ശത്രുവിന് അതിനെ ഒരു ശാസനയ്ക്ക് പലപ്പോഴും ഏക്കത്തില്ല. ശത്രുവിനെ ഒന്ന് ശാസിച്ചാൽ പലപ്പോഴും സംഭവിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങാൻ ആവശ്യപ്പെട്ടാൽ പലതും കീഴടങ്ങത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ പറഞ്ഞാൽ പലതും വിട്ടുപോകത്തില്ല. കാരണം അതിൻ്റെ എല്ലാം വട്ടത്തിൽ ഒരു ഫെൻസിങ് ഉണ്ട്. ഇതുങ്ങളൊക്കെ ഇരിക്കുന്നത് വീണുപോയ ദൂതന്മാരാണിത്, വീണുപോയ ശക്തികളാണ്. അവരെ പിശാചുക്കളെന്ന് നമ്മൾ വിളിക്കുന്നത്. അവരിയ്ക്കുന്നത് അവരുടെ വട്ടത്തിലുള്ള കുട്ടിച്ചെകുത്തന്മാരുടെ അകമ്പടിയിലാണ്. ഈ കുട്ടിച്ചെകുത്തന്മാരെ കൊണ്ട് വേലി കെട്ടി അതിൻ്റെ നടുക്കിരിക്കുന്നത് കൊണ്ട് ആ വേലി പൊളിക്കാത്തിടത്തോളം കാലം ഇതിനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. വേലി പൊളിക്കുന്നതിനെക്കുറിച്ചായിരിക്കും ഇന്ന് പകൽ കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത്. അത് പൊളിക്കാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതിനെ പൊളിക്കണമെങ്കിൽ അതിന് മുന്നമേ നാം ദൈവത്തിൻ്റെ വേലിക്കെട്ടിലാകണം. ഇങ്ങോട്ടും ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ കർത്താവ് നമുക്ക് ചുറ്റും വേലി കെട്ടും. ഒരുപാട് ഇടങ്ങളിൽ കർത്താവ് വേലി കെട്ടിയത് എനിക്ക് നന്നായി അറിയാം. ഞാൻ ഇന്നും ജീവനോടിരിക്കാൻ കാരണം ദൈവത്തിൻ്റെ ഒരു വലിയ വേലിക്കെട്ട് വട്ടത്തിലുള്ളത് കൊണ്ടാണ്. ഇന്ന് സഭയുടെ മേൽ ആ വേലിക്കെട്ട് വീണ്ടും ഉണ്ടാകട്ടെ. ആ നമ്മുടെ മേലുള്ള പുതു വേലിക്കെട്ടിനെ കുറിച്ച് പറഞ്ഞത് സഖരിയാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ആരംഭിച്ചത്. നിനക്ക് അഗ്നി തീ കൊണ്ട് ഒരു മതിൽ നിൻ്റെ വട്ടത്തിലുണ്ടായിരിക്കും. സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ 2-ാമത്തെ ഭാഗം തൊട്ടു യഹോവ തന്നെ നിനക്ക് ഒരു പരിരക്ഷയായിരിക്കും, ഒരു കോട്ടയായിരിക്കും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ കോട്ട, അതിനപ്പുറത്താണ് രക്തത്തിൻ്റെ കോട്ട, അതിനപ്പുറത്താണ് ഊരിപ്പിടിച്ച വാളുള്ള ദൂതന്മാരുടെ കോട്ട. ഇങ്ങനെ അനേക ലെയർ കോട്ടകൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. മനഃപൂർവ്വം ആ കോട്ടയുടെ അകത്തേക്ക് കയറി നിന്ന് ഇന്ന് പകൽ നമ്മെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കാൻ. കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാകയാൽ എതിരുകൾ അയക്കുവാൻ പിശാച് ശ്രമിക്കും. നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കാം. ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ കൊടുക്കാം. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ വേലിക്കെട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ അടിയനെയും ഈ സ്റ്റേജിനെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇവിടെ വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളെയും അവരുടെ കുടുംബങ്ങളെയും ആത്മാർത്ഥമായി വിശ്വാസത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ വേലിക്കെട്ടിനകത്തേക്ക് ഞങ്ങൾ കയറുന്നു. സംഹാരകൻ അടുത്താൽ ഈ രക്തം ഞങ്ങളുടെ മേൽ കാണുകയാൽ അവൻ വിട്ടുപോകും എന്ന് പറഞ്ഞതുപോലെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ഉള്ളിൽ ഞാൻ അഭയം പ്രാപിക്കയാൽ ഒരു ശക്തിക്കും എന്നെ തൊടുവാൻ കഴിയുകയില്ല എന്ന് വിളിച്ചു പറയുന്നത് പോലെ ഇന്ന് പകൽ അങ്ങയുടെ ജനത്തെ സഭയായി അവരുടെ കുടുംബങ്ങളായി തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സംഹാരകൻ്റെ പ്രതികൂലക്കാരൻ്റെ യാതൊരു അമ്പുമേൽക്കാതെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളെ സഹായിപ്പാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഇത് ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. തുടർന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഇന്നലെ തൊട്ട് പറഞ്ഞു, ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സാത്താൻ എന്നത് ഉണ്ടായത് എവിടെ നിന്നാണ്? ഇറ്റ്സ് എ പ്രീ ആഡമിക് ജനറേഷൻ. ആദാമിനെ ദൈവം ഏദൻ തോട്ടത്തിൽ കൊണ്ട് ആക്കുമ്പോൾ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക എന്ന് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വെർഷൻ വരുമ്പോൾ വീണ്ടും പെരുകുക എന്ന അർത്ഥമാണ്. വീണ്ടും പെരുകുക, റീപ്രൊഡ്യൂസ് ചെയ്യുക, വീണ്ടും പെരുകുക. നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകാനല്ല, വീണ്ടും പെരുകാനാണ് ദൈവം പറയുന്നത്. അങ്ങനെ വീണ്ടും പെരുകണമെങ്കിൽ പണ്ടിവിടെ പെരുകിയിട്ടുണ്ടായിരുന്നത് ഉറപ്പല്ലേ? അതെ, ലൂസിഫറും അവൻ്റെ സൈന്യവും ഇവിടെ അടക്കി വാഴുകയായിരുന്നു. ആ ലൂസിഫറും സൈന്യവുമാണ് ഇന്ന് സാത്താൻ എന്ന പേരിൽ നമ്മൾ അറിയുന്ന, ഏലിയൻസ് എന്ന പേരിൽ ശാസ്ത്രലോകം വിളിക്കുന്ന വീണുപോയ ശക്തികൾ. അവരാണ് ദൈവജനത്തിന് വിരോധമായി നിൽക്കുന്നത്. അവർ ദൈവജനത്തിന് വിരോധമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവം ആദമിനെ സൃഷ്ടിച്ച് ഏദനിലാക്കി അടക്കി വാഴുവാൻ ആദമിനോട് പറഞ്ഞു. ഈ ചർച്ചിൽ 2-3 പ്രാവശ്യം എടുത്തു തൊട്ടിട്ടുള്ള, ഞാനല്ല ആദ്യം തൊട്ടത്, പാസ്റ്റർ ജേക്കബ് രാജനാണ് ആദ്യമേ പദം തൊടുന്നത്. സൂര്യനോട് പകൽ വാഴുവാനും ചന്ദ്രനോട് രാത്രി വാഴുവാനും ആവശ്യപ്പെട്ട ദൈവം ഈ 2 പുള്ളികൾ പിന്നെ നക്ഷത്രങ്ങൾ മൊത്തം വാഴുന്ന സാഹചര്യത്തിലാണ് ആദമിനോട് പറയുന്നത് അടക്കി വാഴാൻ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് വാഴ്ചകൾ ഭൂമിയുടെ മേലുണ്ട്. ആര് വാഴുമെന്നത് യുദ്ധത്തിൽ അവർ തീരുമാനിക്കും. ഒരു വശത്ത് ദൈവത്തെ കൽപ്പനപ്രകാരം സൂര്യൻ ഭൂമിയുടെ മേൽ വാഴുന്നുണ്ട്, വേറൊരു ഭാഗത്ത് ചന്ദ്രൻ ഭൂമിയുടെ മേൽ വാഴുന്നുണ്ട്, ഇനി ഒരിടത്ത് നക്ഷത്രങ്ങൾ ഭൂമിയുടെ മേൽ വാഴുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെ എടുത്താൽ ഇതിന് ശേഷമാണ് ദൈവം ആദമിനോടും ഹവ്വയോടും പറയുന്നത് നീയും അടക്കി വാഴ്. സാക്ഷാൽ വാഴുന്നത് ആരായിരിക്കും? ഇവർ തമ്മിലൊരു മത്സരമുണ്ട്. ഇതിനകത്ത് ജയിക്കുന്നവനായിരിക്കും വാഴുന്നത്. ഈ ദേശത്തെ അടക്കി വാഴുന്ന അനേക ശക്തികളുടെ നടുവിലാണ് ദൈവം ബേഥേലിനെയും ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തെയും വിളിച്ചേച്ച് അടക്കി വാഴുക എന്നാവശ്യപ്പെട്ടത്. പ്ലനീഷ് എന്ന പദമല്ല, റീപ്ലനീഷ്, വീണ്ടും വർദ്ധിച്ചു വരിക.
പണ്ടൊരിക്കൽ വാണവരെ മുഴുവനും ഞാൻ ഇവിടുന്ന് മാറ്റി, എന്നാൽ സൂര്യചന്ദ്രന്മാരെ ഇല്ലാതാക്കിയിട്ടില്ല. നിങ്ങൾ ഇവിടെ അടക്കി വാഴുക. ഇന്ന് പകൽ അടക്കി വാഴേണ്ടതിന് കർത്താവ് നമ്മളെയാക്കി. ഈ ദുഷ്ടശക്തികൾ ദൈവജനത്തിന് എതിരെ പ്രവർത്തിക്കുന്നവരാണ്. അവൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടെ ഇന്ന് തൊടും, ഇനി അങ്ങോട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒന്നാമത്തെ അവൻ്റെ ലക്ഷണം ദൈവത്തോടുള്ള മറുതലിപ്പ്. ആ മറുതലിപ്പ് നമ്മിലേക്ക് കൊണ്ടുവന്നാൽ നമ്മെയും പിശാചിൻ്റെ വകയായി എണ്ണും. രണ്ടാമത്തേത് എനിക്ക് വലിയവനാകണം എന്ന തോന്നല. ദൈവമാണോ വലിയവൻ, ഞാനാണോ വലിയവൻ? അത് ശിഷ്യന്മാരുടെ ഇടയിലേക്ക് കയറിയപ്പോൾ ആർ വലിയവൻ എന്ന ചോദ്യം യേശുവിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു. 3, അതിരുവിട്ട ലൈംഗിക താല്പര്യം പൈശാചികമാണ്, പിശാചിൻ്റെ വകയാണ്. 4, ദൈവത്തോടുള്ള സമരം, നിരന്തര സമരമായിരുന്നു ദൈവവുമായി. ദൈവം എന്തൊക്കെ കൽപ്പിച്ചോ അതിനെല്ലാം എതിരെ ചെയ്യുവാൻ അവൻ തീരുമാനിച്ചു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്നും സ്വരൂപത്തിൽ നിന്നും പിശാചി വീഴിച്ചു. സ്ത്രീയെയും പുരുഷനെയും വെവ്വേറെ സൃഷ്ടിച്ച ശേഷം 2 അധികാരങ്ങൾ അവരുടെ കയ്യിൽ കൊടുത്തെങ്കിൽ സ്ത്രീ പുരുഷന്മാർ സമമാണ് എന്ന് പറയുവാൻ തുടങ്ങി. സന്താനപുഷ്ടിയുള്ളവരായി കുടുംബജീവിതം നയിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ വീടുണ്ടെങ്കിലും കുഞ്ഞു വേണ്ട എന്ന ചിന്തയിലേക്ക് കൊണ്ടുവന്നു. എന്നിങ്ങനെ ദൈവത്തോടുള്ള നിരന്തരമായ സമരം അവൻ്റെ പ്രമാണമാണ്, അവൻ്റെ ദോഷമാണ്. 5, പുതുദോഷം സങ്കല്പിക്കുക. ഇന്നലെ കണ്ടതല്ല ഇന്ന് പറഞ്ഞുണ്ടാക്കുന്നത്, ഇന്നത്തേതല്ല നാളെ. ഇതെല്ലാം ദോഷമാണ്, പകുതിയും വ്യാജമാണ്. പുതുദോഷം സങ്കല്പിക്കുക. 6, ദൈവപ്രമാണം മറിച്ച് കളയുക. ദൈവത്തിനൊരു പ്രമാണമുണ്ട്, ദൈവത്തിൻ്റെ പ്രമാണത്തെ മറിച്ച് കളയുക. ഇത് അവൻ്റെ സ്വഭാവമാണ്. 7, ദൈവിക സംസ്കാരത്തിനെതിരെ സ്വന്തം സംസ്കാരം സ്ഥാപിക്കുക. ദൈവത്തിന് ദൈവത്തിൻ്റേതായൊരു സംസ്കാരമുണ്ട്, അതിനെതിരെ ഞാൻ എൻ്റേതായ സംസ്കാരം കൊണ്ടുവരും, പൈശാചികമായൊരു സംസ്കാരം. 8, ചതിക്കുക. അതെ, ഉപായത്താൽ ചതിച്ചു. ഔവായെ തുടങ്ങിയതാണ്. ചതിക്കുന്നതും ഉപായം പ്രയോഗിക്കുന്നതും അവൻ്റെ പതിവാണ്. 10, ദൂഷണം പറയുക. പരദൂഷകന്മാർ ഈ പൈശാചിക ശക്തികളുടെ പട്ടാളക്കാരാ, അവരുടെ ഏജൻസാണ്. പരദൂഷണം കൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്നവരുണ്ട്. യൂട്യൂബിലിട്ടായിരിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ, അല്ലാതെ ഉണ്ട്. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഈ ഭാഗം റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ ലേഖനം എഴുതിയ കൂട്ടത്തിൽ ഇന്നാരെക്കുറിച്ചൊന്ന് എഴുതാമോ എന്നൊരപ്പച്ചൻ പോയി ചോദിച്ചു. ഇന്നാരെ കൊണ്ട്, അയക്കൊരു ശത്രുവുണ്ട്, ഇന്നാരെ കൊണ്ടൊന്ന് എഴുതാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ എഴുത്തുകാരൻ ഒരു നല്ല തുക ആവശ്യപ്പെട്ടു. ഇത്രയും തരാമെങ്കിൽ ഞാൻ എഴുതി പരസ്യപ്പെടുത്താം. അങ്ങനെ അപ്പോൾ എഴുത്തുകാരൻ എഴുതി കൊടുത്തത് ഒരു കമ്പ്യൂട്ടറും ഒരു ഓഫീസ് നടത്തുവാനുള്ള സകല സൗകര്യങ്ങളും മീഡിയ പബ്ലിഷ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചേർത്ത് കുറഞ്ഞാലും ഒരു 1.5 ലക്ഷം രൂപ മുടക്കി ഒരു മനുഷ്യനെതിരെ എഴുതുക മാത്രം. ഈ അടിപിടിക്ക് വേണ്ടി അവിടെ ഇവിടെ ഗുണ്ടാ സംഘങ്ങളെ ആക്കാറുണ്ട്, കൊട്ടേഷൻ ടീമിനെ ആക്കാറുണ്ട്. ഇതുപോലെ ആത്മലോകത്തിന് വിരോധമായി എഴുതാനും പരസ്യം കൊടുക്കുവാനും പിശാച് അതിൻ്റെ ആളുകളെ ആക്കിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പരദൂഷകന്മാരുടെ പിശാചിൻ്റെ പട്ടാളക്കാരാണ് ഇവർ. ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്, അനേക സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഇവൻ ഓപ്പറേറ്റ് ചെയ്യും. ഇന്നലെ ഞാൻ അതിൻ്റെ ഉദാഹരണം പറഞ്ഞായിരുന്നു. ആൻഡ്രോയിഡ് സിസ്റ്റത്തിലാണ് എൻ്റെ ടെലിഫോൺ വർക്ക് ചെയ്യുന്നത്. മറ്റു പല സിസ്റ്റമുണ്ട്. ഈ ഇരിക്കുന്ന കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ സിസ്റ്റമുണ്ട്. ആ ഓരോ സിസ്റ്റത്തിലും അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതുപോലെ പിശാചിന് അനേക സിസ്റ്റമുണ്ട്. ആ ഓരോ സിസ്റ്റത്തിലും ഒന്നിലധികം ആപ്ലിക്കേഷനുണ്ട്. ഇത് മുഴുവനും അവൻ്റെ സ്വഭാവം വെളിപ്പെടുത്തേണ്ടതിനാണ്. ഇനിയും ഞാൻ പുതിയ ലെസണിലേക്ക് കയറട്ടെ. ഇതുവരെ ഉള്ളത് ഇന്നലെ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരാവർത്തനമായിരുന്നു. എൻ്റെ അകത്തുള്ള മനുഷ്യനെ അകത്തെ മനുഷ്യനെന്നും എൻ്റെ പുറമേ നിങ്ങൾ കാണുന്നതിനെ പുറമേ ഉള്ളവനെന്നും അറിയുന്നു. ജഡവും ആത്മാവുമെന്ന് നമ്മളതിനെ പൊതുവെ വിളിക്കുന്നു. ശരീരവും ആത്മാവുമാണ്. പക്ഷെ ശരീരം ഒരിക്കലും തെറ്റല്ല. ശരീരം ദൈവം സൃഷ്ടിച്ചതാണ്. ഇതിനകത്ത് ദൈവസൃഷ്ടി അല്ലാത്ത പൈശാചികമായ ചില സ്വഭാവങ്ങൾ കയറും. അതിനെയാണ് ജഡം എന്ന് വിളിക്കുന്നത്. ചില ആളുകൾ ഉറക്കപ്പാട്ട് പാടുന്നതും ഉറക്ക തുള്ളിച്ചാടി ആരാധിക്കുന്നതും കണ്ടുകൊണ്ട് എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, സാറേ വെറും ജഡമാണ് കാണുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രദർ PS സൈമനെ പലർക്കും ഓർമ്മ കാണാം. അദ്ദേഹം മരിച്ചിട്ട് 2-3 വർഷമേ ആയിട്ടുള്ളൂ. 2-3 വർഷത്തിനകമാണ് ബ്രദർ സൈമൻ മരിച്ചത്. നമ്മുടെ ഈ ചർച്ചിലുണ്ടായിരുന്നു. പലരുടെയും ഉറക്കെയുള്ള പാട്ടും തുള്ളലും കണ്ടുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ വെറും ജഡമാണ് ഈ ചാടുന്നത്, ഇതിനെ അനുവദിക്കരുത്, കാര്യം ഇതിനകത്ത് ആത്മീയമുള്ളതല്ല, വെറും ജഡീകമാണ്. ശരീരത്തെ അല്ല കുറ്റം പറയുന്നത്, ആ ശരീരത്തിൽ വ്യാപരിക്കുന്ന സ്വഭാവത്തെയാണ്. മിടുക്കരാകാൻ വേണ്ടി നിങ്ങൾ ചിലർ ശ്രദ്ധിക്കുന്നുണ്ടാവാം.
ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നതോടുകൂടെ നമ്മുടെ കീബോർഡ് നിശബ്ദമായി. കാര്യം ഞാൻ കുഞ്ഞുങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ദയവായി ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇത് അരുതേ. കാര്യം ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കേണ്ടത് എൻ്റെ വാക്കുകളാണ്, അല്ലെങ്കിൽ ഞാൻ വരുന്ന വചനമാണ്, നിങ്ങളുടെ സൗണ്ടല്ല. ഈ പാസ്റ്റർ കോൾട്ടൺ എന്നൊരാളുണ്ടായിരുന്നു സിലോണിൽ. പാസ്റ്റർ കോൾട്ടനാണ് ഈ ആശയം എനിക്ക് ആദ്യമായി തരുന്നത്. പാസ്റ്റർ കോൾട്ടൺ ഒരിക്കൽ ബാംഗ്ലൂരിൽ വന്ന് ഇവിടെ ഒരു ഹോട്ടൽ വാടകയ്ക്കെടുത്ത് ഇവിടുത്തെ ഒരുപാട് പാസ്റ്റേഴ്സിനെ വിളിച്ച് ഒരു കോൺഫറൻസ് നടത്തിയ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ വാദ്യ ഉപകരണങ്ങളുടെ കൂട്ടത്തിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരെണ്ണം പോലും ഇല്ല. ഇവിടുത്തെ ഗിതാറിന് അഭിഷേകമില്ല, ഇവിടുത്തെ മൈക്രോഫോണിന് അഭിഷേകമില്ല, ഇവിടുത്തെ ഒന്നിനും അഭിഷേകമില്ല. പകരം അഭിഷേകമുള്ളത് ഇതിൻ്റെ നടുവിൽ വോക്കൽ ശബ്ദം ഉയർത്തുന്ന നിനക്കാം. അതുകൊണ്ട് നിൻ്റെ ശബ്ദമാണ് പ്രധാനമായും കേൾക്കേണ്ടത്. അത് വേദപുസ്തകത്തിൻ്റെ പ്രമാണവുമാണ്. സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇത് ദൈവസഭയുടെ സ്ഥിരകാല പ്രയോഗമാണ്. കഴിവുള്ളിടത്തോളം ആ പ്രമാണത്തിൽ നിൽക്കണം എന്നെനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ പുറമേ ഉള്ളവനിൽ ജഡം വ്യാപരിക്കും. അതുയരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് താളടിയാകും, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ വരത്തില്ല. എനിക്ക് ആർഗമേ ഉള്ളവനുമുണ്ട്, എനിക്ക് പുറമേ ഉള്ളവനുമുണ്ട്. അതിൻ്റെ വരവിനെക്കുറിച്ച് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി ആവർത്തിച്ചാൽ സമയം പോവും. ദൈവം ആദാമിൻ്റെ മൺശരീരം ഭൂമിയിൽ നിർമ്മിച്ചിട്ട ശേഷം, നിലത്തെ പൊടി കൊണ്ട് ആദാമിൻ്റെ മൺശരീരം ഉണ്ടാക്കിയിട്ട ശേഷം, സ്വർഗത്തിൽ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആത്മാവിനെ നിസ്വ കൊണ്ടുവന്ന് ആദാമിൻ്റെ മൂക്കിലേക്ക് ഊതുകയും അവൻ്റെ അകത്തേക്ക് ആത്മാവ് കയറി അകമേ ഉള്ളവൻ ആത്മീയനും പുറമേ ഉള്ളവൻ ജഡവുമായി അല്ലെ ശരീരവുമായി പുറത്തു വരികയും ചെയ്തു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ ആകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നമ്മുടെ ആകമേ ഉള്ളവനെ ഒന്ന് പുതുക്കിയെടുക്കാമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് മാത്രമേ പണി നടക്കത്തുള്ളൂ. എന്തെങ്കിലും ഒരു ആത്മിക ശുശ്രൂഷ നടക്കണമെങ്കിൽ അത് പുറമേ ഉള്ളവനെ കൊണ്ട് നടക്കത്തില്ല. ലോകത്തിൻ്റെ യുദ്ധം ചെയ്യുവാൻ ഇന്നലെ രാത്രി ദൈവം എന്നോട് ഇടപെട്ട ഒരു പോയിൻ്റാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അന്ന് പരിശുദ്ധാത്മാവ് ഒരു പ്രവാചകനിലൂടെ എന്നോട് പറഞ്ഞതാ: കുഞ്ഞ് ലോകത്തിനു വേണ്ടി പട്ടാളക്കാരനാകും, കുഞ്ഞ് ദൈവത്തിനു വേണ്ടി പട്ടാളക്കാരനാകും. ദൈവത്തിനു വേണ്ടിയും ലോകത്തിനു വേണ്ടിയും ഒരുപോലെ യുദ്ധം ചെയ്യുന്ന ഒരു പട്ടാളക്കാരനായിരിക്കും നീ. 2, കുഞ്ഞിൻ്റെ ആയുസ്സിൽ ഒരു ഉണർവുണ്ടാകും. ആ ഉണർവിൽ കുഞ്ഞു ഭാഗവാക്കായിരിക്കും. പല പ്രാവശ്യമേ ദൂത് ആരംഭിച്ചു: കർത്താവേ, എൻ്റെ പുറമേ ഉള്ള ശരീരം കൊണ്ട് ലോകത്തിനു വേണ്ടി പടപൊരുതുവാൻ കർത്താവ് കൃപ തന്നു. ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ടെന്നല്ല പറഞ്ഞ്, തോക്കെടുത്ത് ആരെയെങ്കിലും വെടിവെച്ചിട്ടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞ്, പ്രാവിനെ വെടിവെച്ച് കാണും, ഉന്നം പഠിക്കാൻ വേണ്ടി വെടിവെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, അത്രയുണ്ട്. അതർവൈസ് ഞാൻ ആരെയും വെടിവെക്കേണ്ട ഒരു ആവശ്യം കൃപയാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. പക്ഷേ ഞാൻ ലോകത്തിൻ്റെ പട്ടാളത്തിൽ ജോലി ചെയ്തതുകൊണ്ട്, ഇവിടെ പലരും ഉണ്ട്, ലോകത്തിൻ്റെ പട്ടാളത്തിൽ ജോലി ചെയ്തതുകൊണ്ട് പട്ടാളത്തിൻ്റെ ചില പ്രിൻസിപ്പിൾ നന്നായി അറിയാം, നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇവിടെ പറഞ്ഞത് ഒന്നുകൂടെ എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നു. ഒരിക്കൽ യുദ്ധ ഫീൽഡിനോട് അടുത്തൊരു സ്ഥലത്ത്, യുദ്ധത്തിൻ്റെ ഫീൽഡിൽ തന്നെ, അടുത്തതല്ല യുദ്ധ ഫീൽഡിൽ തന്നെ ഒരു സ്ഥലത്ത് ഒരു ഡ്യൂട്ടി ചെയ്യാൻ എനിക്ക് കൃപ ചെയ്തു. കഴിഞ്ഞ 71 യുദ്ധസമയത്ത്. ആ യുദ്ധസമയത്ത് എയർഫോഴ്സിൻ്റെ ടാർമക്ക് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ എല്ലാം കൊണ്ട് പാർക്ക് ചെയ്തിടുന്ന ആ വിശാലമായ സ്ഥലത്തെയാണ് ടാർമക്ക് എന്ന് വിളിക്കുന്നത്. ആ ടാർമക്കിനകത്ത് വെളുപ്പിന് 4 മണിയോടുകൂടെ ഏരിയയുടെ സീനിയർ കമാൻഡർ വന്നിരിക്കും. ഒരു ഫോൾഡബിൾ ചെയർ, വെറും സ്റ്റീൽ കൊണ്ടുണ്ടാക്കി മടക്കാവുന്ന ഒരു ചെയർ. അദ്ദേഹത്തിൻ്റെ റാങ്കിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കയറി കാണാനൊക്കത്തില്ല, അതുപോലെ ഫർണിഷ്ഡാണ്, അതുപോലെ ലക്ഷറിയസ് ആണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. പക്ഷേ ഈ ലക്ഷറി ഒന്നും ടാർമൊക്കെ കാണത്തില്ല. കാര്യം യുദ്ധം നടക്കുക, അന്നേരത്ത് ലക്ഷറി കാണിക്കുന്ന സ്ഥലമല്ല. ലക്ഷറി കളിച്ചാൽ യുദ്ധത്തിനകത്ത് തോറ്റു. ഒരു ഫോൾഡബിൾ ചെയർ കൊണ്ടുവന്ന് അദ്ദേഹം ഒരു സൈഡിലോട്ടിടും. അവിടെ തന്നെ ഒരു ഫോൾഡബിൾ ടേബിൾ, എല്ലാം സ്റ്റീൽ കൊണ്ടുള്ള മടക്കിക്കൊണ്ട് ഓടാവുന്നതാണ്, അങ്ങനത്തെ ഒരു ടേബിൾ കൊണ്ടിടും. ഇതിൽ സാർ ഇരിക്കും. അടുക്കൽ എന്നെപ്പോലെയുള്ള കുറേ പിള്ളേരെ ഇരുത്തും. ഞങ്ങളുടെയൊക്കെ കൈ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. സാറ് ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് അന്നേരം എടുത്തു കൊടുക്കുക. ഡോക്യുമെൻ്റ് നമ്പർ 5, ഡോക്യുമെൻ്റ് 10 ഇങ്ങനെ പറയും. അന്നേരത്ത് അത് ആരുടെ കയ്യിലാണോ ഉടൻ എടുത്തു കൊടുക്കണം. ഇതാണ് ഒരു 10-20 പൈലറ്റ്സ്, എല്ലാം യുദ്ധത്തിൻ്റെ പൈലറ്റ്സാണ്. അവർ വന്ന് വട്ടത്തിലിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ സാറിനൊരു ടെലിഫോൺ കോൾ വരും. സാർ ഒരു ഡോക്യുമെൻ്റ് നമ്പർ 10 തരാൻ പറയും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഈ 10ാമത്തെ ഡോക്യുമെൻ്റ് എടുത്ത് കയ്യിലോട്ട് കൊടുക്കും. അദ്ദേഹം ആ ഡോക്യുമെൻ്റ് പെട്ടെന്നൊന്ന് നോക്കും. ഈ ടെലിഫോൺ കോണിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആ ഡോക്യുമെൻ്റ് പെട്ടെന്ന് എടുത്ത് നോക്കി പറയും പൈലറ്റ് നമ്പർ 4 മുന്നോട്ട് വരാൻ പറയും. പൈലറ്റ് നമ്പർ 4 ഉടനെ വന്ന് സാറിനെ സല്യൂട്ട് ചെയ്തു. അദ്ദേഹത്തോട് പറയും, ഇന്ന സ്ഥലത്തൂടെ പാകിസ്ഥാൻ്റെ കുറേ സൈന്യം വരുന്നുണ്ട്. അത്
അവിടെ പോകാനുള്ള വഴി അത് ഇത്ര ഡിഗ്രിയിലാണ് കിടക്കുന്നത്, എല്ലാം ഈ ഡോക്യുമെൻറ്റിനകത്തുണ്ട്, ഇന്നിടത്തുണ്ട്. ഇത്ര പട്ടാളക്കാർ അതുവഴി വരുന്നുവെന്നാണ് ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ. നീ പോയി അത്രയും പേരെ സ്ട്രാപ്പ് ചെയ്ത് വെച്ച് വരണം, അത്രയും പേരെ കൊന്നുവെച്ച് വരണം. നിനക്ക് ഇത്ര വെടിയുണ്ടകൾ ആവശ്യമുണ്ട്, ഇത്ര റോക്കറ്റ് ആവശ്യമുണ്ട്. അതെല്ലാം കൂടെ നമ്പർ 10 ഫ്ലൈറ്റിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോകുക. അയാളുടെ ഒന്നുകൂടെ സല്യൂട്ട് ചെയ്തു, സാർ. അദ്ദേഹം പോയി. ഇന്ന് പകൽ ജോലി ഏൽപ്പിച്ചാൽ റിസൾട്ട് കൊടുക്കുമെന്നൊരു തീരുമാനമുള്ളവർക്കായി സ്തോത്രം. അത് ഒരു ഭാഗത്തൂടെ ഏൽപ്പിക്കാം. എൻ്റെ പുറമേ ഉള്ളവനെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല, ഇവനെ ഉറങ്ങാനേ ഉള്ളതുള്ളൂ. ഇന്നലെ ഒരു കർത്താവിൻ്റെ ദാസൻ എൻ്റെ അടുക്കൽ, ഞാൻ കളിയാക്കി പറയുകയല്ല, ഒരു കർത്താവിൻ്റെ ദാസൻ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഇത്രാമത്തെ ജന്മദിനം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ ജന്മദിനം വരുമ്പോഴേ ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. എടാ വർഗീസേ, കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് നീ ഒരു കരിയുടെ ചോറുണ്ടു, 2 കാളയുടെ ഇറച്ചി തിന്ന് കാണും, ഇത്ര പാല് കുടിച്ച് കാണും, നിന്നെ കൊണ്ട് ഭൂമിക്ക് എന്നാ ഗുണമുണ്ട്? നമ്മൾ ഈ ചോറുണ്ണാനും ഇറച്ചി തിന്നാനും വേണ്ടി മാത്രമാണോ ജീവിക്കുന്നത്? ഓരോ ബർത്ത്ഡേ ആകുമ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം എന്ത് ചെയ്തുവെന്ന് ഒന്ന് ആലോചിക്കുവാൻ, സ്വയം അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുവാൻ ശ്രമിക്കട്ടെ. എൻ്റെ അകമേ ഉള്ളവനെ കൊണ്ടാണ് ദൈവത്തിന് ചെയ്യാനുള്ളത്. അവൻ്റെ ഗാഡ പുറമേ ഉള്ളവൻ. ഇന്ന് പകൽ ചിലരും കൂടെ ആഴത്തിലോട്ട് ഇറങ്ങി പ്രതിഷ്ഠിച്ചാൽ നമ്മുടെ പുറമേ ഉള്ളവൻ്റെ ഗാഡിനകത്ത് നിന്നുകൊണ്ട് അകമേ ഉള്ളവനെ കൊണ്ട് ചിലത് ചെയ്യിക്കുവാൻ ദൈവത്തിന് കഴിയും. ബാക്കി ഒന്നുകൂടെ വായിച്ചോട്ടെ. 2 കൊരിന്ത്യർ 4:16. പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അങ്ങനെ പുതുക്കപ്പെടാനാണ് സ്പിരിച്വൽ എംഫസൈസ് വീക്ക്. നാൾക്ക് നാൾ ഇവൻ പുതുങ്ങി വരേണ്ടതാണ്, നാൾക്ക് നാൾ പുതുങ്ങി വരേണ്ടതാണ്. എൻ്റെ അകമേ ഉള്ളവനെ ഒന്നുകൂടെ പുതുക്കിയെടുക്കുവാൻ, കാരണം ലേറ്റസ്റ്റ് പുതുമ കൊണ്ട് മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനൊക്കത്തുള്ളൂ. എന്നെ ഒന്നുകൂടെ പുതുക്കിയെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എൻ്റെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുകി വരിക, പുറമേ ഉള്ളവൻ ക്ഷയിക്കും. ഞാൻ ഇന്നലെ ഇവിടെ പറഞ്ഞ അതേ പദം വീണ്ടും, ഇന്നലെയാണോ ഞായറാഴ്ചയാണോ പറഞ്ഞ അതേ പദം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. എൻ്റെ അപ്പന് എനിക്ക് പറഞ്ഞു തന്ന ചില സത്യങ്ങളാണ്. ഒരു ഇരുമ്പായുധം അത് ഉപയോഗിക്കാതെ വെച്ചിരുന്നാൽ തുരുമ്പ് തിന്ന് തീരും, അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ തേഞ്ഞു തീരും. രണ്ടായാലും ഒരു ഇരുമ്പായുധത്തിന് ഗിവൺ ലൈഫ്, ഒരു കുറച്ച് നാളത്തെ ആയുസ്സേ ഉള്ളൂ, അതുകൊണ്ട് അത് തീർന്നു പോകും. തുരുമ്പ് നിന്ന് തീരുന്നതിനേക്കാൾ എത്രയോ നല്ലതാ തേഞ്ഞു തീരുന്നത്. ഞാനും നിങ്ങളും തേഞ്ഞു തീരുവാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുമെങ്കിൽ ഓടി അധ്വാനിച്ച് എൻ്റെ അധ്വാന ഫലം കണ്ട് സന്തോഷിക്കാൻ കഴിയണം. ചുമ്മാതിരുന്ന് ഷുഗറായിപ്പോയി, എനിക്ക് ഷുഗർ ഇഷ്ടം പോലെ ഉണ്ട്, ഷുഗറായിപ്പോയി, കൊളസ്ട്രോൾ അടിച്ച് ചത്തു എന്ന് പറയാതെ ഞാൻ എൻ്റെ ലഭിച്ച ഒരായുസ് ഓടി എന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പറയുവാൻ നമ്മുടെ അകമേ ഉള്ളവൻ ഒന്ന് ബലപ്പെടട്ടെ, പുറമേ ഉള്ളവൻ ക്ഷയിച്ചു വരുമ്പോൾ. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ, വാക്യങ്ങൾ ജസ്റ്റ് കുറിച്ചെടുത്താൽ മാത്രം മതി, എടുക്കുന്നവർ അല്ലാത്തവർ കേട്ടാൽ മാത്രം മതി. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലും, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. ഇത് ഇച്ചിരി നേരം നിന്നേ പറ്റത്തുള്ളൂ. ശത്രുവിന്, പിശാചിന് എന്നോട് എതിർക്കുവാൻ അവൻ്റെ വേലി കിട്ടും. അവൻ്റെ വേലി കെട്ടുന്നതിൽ പലതും അവൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല, എൻ്റെ കുടുംബത്തിൽ നിന്നാണ് അവൻ്റെ വേലി കെട്ടാൻ എടുക്കുന്നത്. ചർച്ചിൻ്റെ ആരംഭകാലത്ത് 1984 സിസ്റ്റർ മേരി കോവൂർ നമ്മുടെ ചർച്ച് സന്ദർശിക്കുമ്പോൾ ആ ഒരു വർഷം ഞാനിവിടെ അധ്വാനിച്ചു. കുറച്ച് പേരൊക്കെ രക്ഷിക്കപ്പെട്ടു. സിസ്റ്റർ മേരി കോവൂർ വന്നേച്ച് പറഞ്ഞൊരു പദമായിരുന്നു, എണ്ണയില്ലാതെ, ചിമ്മിനിയില്ലാതെ, തിരിയില്ലാതെ, തീയില്ലാതെ കിടന്ന ഒരു വിളക്കിന് ഞാൻ എണ്ണ ഒഴിച്ചു, തിരിയിട്ടു, ചിമ്മിനി വെച്ചു, കത്തിച്ചു, പ്രകാശിക്കണം. അതേ സീരീസിൽ സിസ്റ്റർ കോവൂർ പറഞ്ഞ ഒന്നാണ്, സ്നാനത്തിന് അർഹതയുള്ളവരും രക്ഷിക്കപ്പെട്ടവരും ജീവിത വിശുദ്ധിയുള്ളവരും സ്നാനപ്പെടാൻ കൊള്ളാവുന്നവരുമായ ഒരു 21 പേരെ പിടിച്ച് പിശാച് സഭയ്ക്ക് ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണ്. 21 സ്നാനപ്പെടുകയില്ല. കാര്യം ഈ അകത്തുള്ള പത്തികളെ കൊണ്ടുവന്ന്, വേലിപ്പത്തി എന്ന് പറയുന്നത് മനസ്സിലാകും, വേലിപ്പത്തൽ കൊണ്ടുവന്ന് ഈ 21 കൊണ്ടാണ് സഭയ്ക്ക് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത്. അടുത്ത് വരുന്നവൻ്റെ ദുർമാതൃക ഇതാ. ആ ദുർമാതൃക ഉണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിലും ദുർമാതൃകയുണ്ട്. ആത്മീയത്തിൻ്റെ അകത്തോട്ട് ഇറങ്ങുമ്പോൾ പല പിള്ളേർക്കും ഇഷ്ടപ്പെടാതെ വണ്ണം ഈ വേലി പൊളിക്കാതെ ആളുകൾ സ്നാനപ്പെടത്തില്ല. അന്നു മുതൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ കട്ടിയായിട്ട് പ്രസംഗിച്ചു തുടങ്ങി, സ്നാനപ്പെടാത്തവൻ ക്രിസ്ത്യാനിയല്ല, അവൻ യേശുവിൻ്റെ ദൈവത്വം അംഗീകരിക്കുന്നവനല്ല. കാര്യം യേശുവിൻ്റെ ദൈവത്വം അംഗീകരിക്കുന്നവൻ യേശുവിനെ അംഗീകരിക്കും. ഈ അടുത്ത ദിവസങ്ങളിൽ യൂട്യൂബിൽ 2-3 ലിങ്കുകൾ ആളുകൾ എനിക്ക് അയച്ചു. ഏതോ ഒരു സന്യാസി പറയുന്നൊരു പദമാണ്, ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള ഗുരുക്കന്മാരിൽ ഏറ്റവും ഉന്നതനായ ഗുരു യേശുവ.
ഞാൻ അവിടെ കൊണ്ട് നിർത്തി. അയാൾ യേശുവിനെ ഗുരുവായിട്ടാണ് കാണുന്നത്, ഞാൻ അതിനപ്പുറത്ത് കാണുന്നവനായതുകൊണ്ട് ബാക്കി കാണാൻ പോയാൽ എൻ്റെ സമയം കളയും, എനിക്ക് വേണ്ട. കാര്യം ഞാൻ യേശുവിനെ കാണുന്നത് ഗുരുവായിട്ടല്ല, ദൈവമായിട്ടാണ്. ആ ലെവലിലേക്ക് പോകുന്നവനില്ലെങ്കിൽ എൻ്റെ സമയം ഇതിന് കളയണം. രണ്ടാമതൊരു ലിങ്ക് ഉണ്ടായിരുന്നു, അതിനകത്ത് പൊതു സംസ്കാരത്തിൽ യേശു ഏറ്റവും ഉന്നതനായിരുന്നു. ഞാൻ യേശുവിനെ കാണുന്നത് ഒരു സംസ്കാര വീരനായിട്ടല്ല, പകരം ഞാൻ യേശുവിനെ കാണുന്നത് ദൈവപുത്രനായിട്ടാണ്. ഇവന് സംസ്കാര വീരൻ എന്നുള്ള ആശയം മാത്രമേ ഉള്ളെങ്കിൽ കേട്ടിട്ട് എനിക്കെന്നെ സാധിക്കാനാ, എനിക്കതിനകത്തൊന്നും ഒന്നും കിട്ടാനില്ല. ഈ ആശയം ഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. എനിക്കെന്തെങ്കിലും കിട്ടാനുള്ളതിൻ്റെ പുറകെ ഞാൻ പോകത്തുള്ളൂ. ഇങ്ങനെ നമ്മുടെ അകത്തുനിന്ന് തന്നെ വേലിക്കെട്ടുണ്ടാക്കുവാൻ പിശാചിന് പലപ്പോഴും കഴിയും. ഈ 21 വിശ്വസിച്ചിട്ട് സ്നാനമേൽക്കാത്ത ഒരാൾ യേശുവിൻ്റെ വകയല്ലെന്നും അവൻ ദൈവരാജ്യത്തിന് അംശയാകയില്ലെന്നും കട്ടിയായി പ്രസംഗിച്ചതോടെ എനിക്കൊന്നൊരു 5-8 അങ്ങ് വിട്ടുപോയി. ബാക്കിയുള്ളവർ യേശുവിനോട് ചേരുവാൻ വെള്ളത്തിൽ സ്നാനമേറ്റു. അതിനെ തുടർന്ന് കൃപയാൽ 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 1 മാസം നിൽക്കാതെ സ്നാനം നടക്കുക. നമ്മുടെ അബദ്ധങ്ങൾ കണ്ടുപിടിക്കുവാൻ, അത് കറക്റ്റ് ചെയ്യപ്പെടുവാൻ നാം തയ്യാറായാൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിപ്പാനുണ്ട്. പിശാച് അവൻ്റെ വേലിക്കെട്ട് എന്നിലൂടെ ഉണ്ടാക്കി അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് വരേണ്ട നന്മകൾ തടയുവാൻ, എൻ്റെ സൈഡിൽ നിന്ന് അവനെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ എൻ്റെ സൈഡിൽ തന്നെ വേലിക്കെട്ടുണ്ടാക്കുക. എൻ്റെ കുടുംബത്തിനകത്ത് ഞാൻ നേരെയാകാത്തിടത്തോളം കാലം വേറൊരാളിനോട് നേരെയാകാൻ പറയാൻ ഒക്കത്തില്ല. എൻ്റെ കുടുംബത്തിൻ്റെ വട്ടത്തിൽ ഒരു വേലിക്കെട്ടുണ്ടാക്കി എൻ്റെ ആയുധങ്ങളെ ഞാൻ തന്നെ തടയാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്, എന്നിൽ നിന്ന് അതുണ്ടാകണം. ഇങ്ങനെ പൗലോസ് പറഞ്ഞു, ഈ ശത്രു വേലി കെട്ടുമ്പോൾ എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, വി ആർ ബീൻ എൻസ്ലേവ്ഡ്. നമ്മെ പിശാച് അടിമകളാക്കി. അതിൻ്റെ ഒന്നാമത്തെ തെളിവ് ഞാൻ പറഞ്ഞു, ഇച്ഛിക്കുന്ന നന്മയല്ല. ബൈബിളിൽ നിന്ന് പറഞ്ഞത് ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന ദുഷ്ടശരീരത്തിൽ എന്നെ കൊണ്ട് പാകി വെച്ചു. അപ്പം ഞാൻ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ചെയ്യുന്നത് തിന്മയാണ്. കാരണം ഞാൻ പിശാചിൻ്റെ അടിമയായിപ്പോയി. എനിക്ക് നല്ലത് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്യാൻ ഒക്കുന്നില്ല. കാര്യം പിശാചെന്നെ അടിമയാക്കി, ഞാൻ അടിമയായിപ്പോയി. വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. ഞാൻ ഈ അവയവങ്ങളെക്കുറിച്ചൊക്കെ ഇച്ചിരി കൂടുതൽ ചിന്തിക്കും. എൻ്റെ അവയവങ്ങളിൽ പോരാടുന്ന വേറൊരു ശക്തി ഞാൻ കാണുന്നു. അത് എന്നിൽ വ്യാപരിക്കുന്ന വേറൊരു ശക്തിയാണ്. ഈ അവയവങ്ങൾ എന്നെ ബദ്ധനാക്കുന്നു, ബന്ധിക്കുന്നു, എന്നെ അടിമയാക്കി കളയുന്നു. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16, ഇതെല്ലാം കൂടെ വീണ്ടും ചേർക്കും. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിർവഹിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. 17-ാം വാക്യം ഭയങ്കര പ്രാധാന്യമാണ്. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം ഇവ തമ്മിൽ പ്രതികൂലമല്ലോ. പിശാച് എന്നിൽ നിന്ന് എടുക്കുന്നത് എൻ്റെ അകമേയുള്ളവനെ അല്ല, അകമേയുള്ളവനെ സ്വാധീനിക്കേണ്ടതിന് ആദ്യമേ എൻ്റെ പുറമേ ഉള്ളവനെ എടുക്കും. എനിക്ക് വിൽ പവർ എന്ന് പറയുന്ന ഒന്ന് ദൈവം തന്നിട്ടുണ്ട്. നമുക്കെല്ലാം ഉണ്ട്. വിൽ പവർ ഇല്ലാത്തവൻ അവനെ എങ്ങനെ വിളിക്കുന്നത്? മെൻ്റലി റിട്ടയർഡ് എന്ന് വിളിച്ചാൽ ശരിയാകില്ല, അതിനേക്കാളും താഴെയാണ്. വിൽ പവർ ഇല്ലാത്തവൻ, മാനസികമായി ഒന്നിനും കൊള്ളുകയില്ലാത്തവരുണ്ട്, വെറും വെജിറ്റേറിയൻ, അതിൽ കവിഞ്ഞൊന്നുമില്ല. അങ്ങനെ ഒരാളിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, എന്നെപ്പോലെ ഒരാളിനെ. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം. ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആരംഭകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമാണ്. എം എ വർഗീസ് എന്ന് പറയുന്ന ഞാൻ ഇവിടെ നിൽക്കുന്നു. ഞാൻ അർത്ഥമാക്കുന്നത് എൻ്റെ ബുദ്ധി, എൻ്റെ വിൽ പവറാണ്. എൻ്റെ വിൽ പവർ ഇങ്ങനെ സെൻറ്ററിൽ നിൽക്കുക. എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് എൻ്റെ ജഡമനുഷ്യൻ നിൽക്കുന്നു എന്നിരിക്കട്ടെ. എന്നെ 3 തരമായിട്ട് ഞാൻ തിരിക്കാൻ പോവാണ്. ഒരു മനുഷ്യൻ, ദേഹം, ദേഹി, ആത്മാവ്, ഇത് 3ഉം കൂടെ ഒരുമിച്ച് ചേർത്തതാണ്. ഇതിലെ ദേഹിയാണ് എൻ്റെ വിൽ പവർ, അതിൽ നടുക്ക് നിൽക്കുക. ദേഹം ഇടത്തുവശത്ത് നിൽക്കുക, ആത്മാവ് വലത്തുവശത്ത് നിൽക്കുക. എൻ്റെ ദേഹി, അല്ലെങ്കിൽ എൻ്റെ ദേഹി, ഈ നടുവിൽ നിൽക്കുന്ന ഞാൻ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനമേ നടക്കത്തുള്ളൂ. ദൈവമായി എനിക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കത്തില്ല. ദൈവം എടുക്കുന്ന തീരുമാനങ്ങളുണ്ട്, ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയങ്ങൾ എടുക്കത്തില്ല. ജഡമായി ഒരു തീരുമാനമെടുത്താൽ നടക്കത്തില്ല. എൻ്റെ ബുദ്ധി സമ്മതിച്ചെങ്കിൽ മാത്രമേ, എൻ്റെ വിൽ പവർ സമ്മതിച്ചെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. എൻ്റെ ഇടത്തുവശത്ത് നിൽക്കുന്ന എന്നിലെ ജഡം എന്നോട് പറഞ്ഞു, വലിക്കടാ സിഗരറ്റ്. അപ്പുറത്തുനിന്ന് പരിശുദ്ധാത്മാ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചു, അരുത് വർഗീസേ, വലിക്കരുത്. തീരുമാനമെടുക്കേണ്ടത് എൻ്റെ തലയാണ്. എന്നിലെ ദേഹിയാണ് തീരുമാനമെടുക്കേണ്ടത്. ജഡം പിന്നെയും വലിക്കും, പാടാ ഇങ്ങോട്ട്, ഇതെടുത്ത് വലിക്കുക, അതിന് അവൻ്റെ ഒരു താല്പര്യമാണ്. ആത്മാവെന്നെ അങ്ങോട്ട് വലിക്കും, തുടരുത്, നിനക്ക് നിഷിദ്ധമാണ്.
ഇതിൻ്റെ നടുവിൽ തീരുമാനമെടുക്കുന്നത് എൻ്റെ ബ്രെയിനാണ്, അല്ലെങ്കിൽ എൻ്റെ ഇച്ഛാശക്തിയാണ്, എൻ്റെ വിൽ പവറാണ്. എൻ്റെ ജഡത്തിലേക്ക് പൈശാചികമായത് വരും, അത് ഓപ്പറേറ്റ് ചെയ്ത് എന്നെ അങ്ങോട്ട് വിളിക്കും. ദൈവികമായത് എൻ്റെ ആത്മാവിലേക്ക് വരും, എന്നെ ഇങ്ങോട്ട് പിടിക്കും. ഇതിൻ്റെ നടുവിൽ തീരുമാനമെടുക്കുന്നത് ഞാനാണ്. ഞാൻ ഒരു പ്രാവശ്യം തോറ്റാൽ ഞാൻ ഫെയിലായി, എൻ്റെ ജഡം ജയിച്ചു. ഞാൻ ഒരു പ്രാവശ്യം ജയിച്ചാൽ എൻ്റെ ജഡം തോറ്റു, എൻ്റെ ആത്മാവ് ജയിച്ചു. ഇവ തമ്മിൽ പ്രതികൂലമായ ഒരു വടംവലിയുടെ നടുവിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. എനിക്കൊന്ന് ഈ ആശയം ഇതിനേക്കാൾ വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മൾ നിൽക്കുന്നത് ഒരു വടംവലിയുടെ നടുവിലാണ്. രണ്ട് കുഞ്ഞുങ്ങളെ ഇവിടെ വിളിച്ച് നിർത്തി കാണിക്കാൻ വരുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനേക്കാളൊക്കെ ഹയർ ലെവലിലാണ് നമ്മൾ. ഇത്രയും പറഞ്ഞാൽ ഒക്കെ മനസ്സിലാവും, ചുമ്മാ സമയം കളയേണ്ട കാര്യമില്ല. ജഡാഭിലാഷം, ഈ ജഡത്തിൻ്റെ ഇടത്തുവശത്ത് നിൽക്കുന്ന പുള്ളിയുടെ താല്പര്യം, അഭിലാഷം ആത്മ അഭിലാഷത്തിന് വിരോധമാണ്. ആത്മാവിൻ്റെ അഭിലാഷം ജഡത്തിൻ്റെ അഭിലാഷത്തിന് വിരോധമാണ്. ഞാനിതിന് ഏതിന് കീഴ്പ്പെടുന്നുവെന്ന് എൻ്റെ ബുദ്ധിയാണ് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ചാണ് ഞാൻ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുന്നത് ദൈവത്തിന് എന്നെ ഉപയോഗിപ്പാൻ. എൻ്റെ ജഡത്തെ ഞാൻ പിശാചിന് വിട്ടുകൊടുത്താൽ അത് പിശാചിൻ്റെ കയ്യിലെ ആയുധമായി അവൻ എന്നെ ഉപയോഗിക്കാൻ തുടങ്ങും. പത്രോസിൻ്റെ 2-ാം ലേഖനം 20-21 വാക്യങ്ങളിൽ, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിക്കുന്നതിൽ യേശസ് എന്തുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. ചില സമയം നമ്മൾ നന്മ ചെയ്യാൻ ഒരുങ്ങിയാൽ അടിയും കിട്ടും. വേദപുസ്തകത്തിൽ വേറൊരു പദമുണ്ട്, സ്നേഹിതൻ വരുത്തുന്ന മുറിവ് വിശ്വസ്തതയുടെ ഫലം. ജീവിതത്തിൽ ഒരു 100 പ്രാവശ്യം ഇത് ഏറ്റുപറയുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മോനെ, നീ വരുത്തിയ മുറിവ് എൻ്റെ വിശ്വസ്തത കൊണ്ടാണ്. കാരണം ഞാൻ നിന്നെ വിശ്വസിച്ചു. സ്നേഹിതൻ വരുത്തുന്ന മുറിവ് വിശ്വസ്തതയുടെ ഫലമാണ്. ഞാൻ നിന്നോട് വിശ്വസ്തനായി, നിന്നെ വിശ്വസിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് രക്ഷപ്പെടാമായിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിലായി ഞാൻ ഒരുപാട് ഗതികേടിൽ വീഴാറില്ല. കാര്യം മക്കളും കമ്മിറ്റിയും എന്നേക്കാൾ ബുദ്ധിയുള്ളവരാണ്. അവർ പറഞ്ഞു തരും, പാസ്റ്റേ അവൻ കള്ളനാ, കളിപ്പീരാ, അതിൻ്റെ പുറകെ പോകല്, ഇതൊന്നും നന്നാകുന്നതല്ല. അങ്ങനെ പലരും പറഞ്ഞു തരുന്നത് കൊണ്ട് ഞാൻ ഒരളവിൽ രക്ഷപ്പെട്ടു. അതർവൈസ് ഇന്നും വിശ്വസ്തതയ്ക്ക് അടികൊള്ളുന്ന സ്വഭാവമുണ്ട്. എന്നാൽ നന്മ ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ യശസ്, കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ യശസ്സില്ല. അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാണ്. ഞാൻ ഭോഷണം എന്നെ തന്നെ ഏൽപ്പിക്കുകയും അതിൻ്റെ ദോഷം അനുഭവിക്കുകയും ചെയ്താൽ ദൈവം അതിൽ പ്രസാദിക്കും. ഞാൻ ദോഷം ചെയ്തു പോയി, ഇനി എവിടെയെങ്കിലും രക്ഷപ്പെടുവാൻ വിചാരിച്ച് ഞാനും തിരിച്ചൊന്ന് ചെയ്താൽ ദൈവം അത് അംഗീകരിക്കത്തില്ല. പകരം ദൈവം എന്നിൽ പ്രസാദിക്കും. ആർക്കൊക്കെയോ ഇത് ബാധകമാണ്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരല്ല. ഇതൊരു ഭയങ്കര ആശയമാണ്. പൗലോസ് എഴുതിയിരിക്കുന്ന വാചകങ്ങൾ കട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഗൗരവമാണ്. സാമാന്യക്കാരനല്ല പൗലോസ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ മോശയെ ദൈവത്തിന് ഉപയോഗിച്ച് പഴയ നിയമസഭയ്ക്കുള്ള കൽപ്പനകൾ കൊടുക്കണം എന്ന് ദൈവം തീരുമാനിച്ചതോടെ മോശയെ മിസ്രയീമിലെ രാജകൊട്ടാരത്തിലേക്ക് അയച്ച് മിസ്രയീമിലെ സകല വിദ്യയിലും നിപുണനാക്കി പഠിപ്പിച്ചു. ദൈവം ഒരുത്തിനെ പഠിപ്പിച്ചെടുക്കുന്നെങ്കിൽ ദൈവത്തിന് ഉപയോഗിക്കാനുണ്ട്. മിസ്രയീമിലെ സകല വിദ്യയിലും നിപുണനായി മാറ്റിയ ശേഷം പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നത് എഴുതിയെടുക്ക്, അളവുകളും പ്രമാണങ്ങളും എഴുത്, അത് മുഴുവൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ ഞാൻ നിനക്ക് അറിവ് തരിക. നമ്മളാരും കർത്താവിൻ്റെ കൃപയിലേക്ക് കഴിഞ്ഞാൽ പിന്നെ മണ്ടന്മാരല്ല കേട്ടോ. പലരും മണ്ടരായി ആക്ട് ചെയ്യുമെങ്കിലും എന്നെപ്പോലെ പലരും മണ്ടരായി ആക്ട് ചെയ്യും. മണ്ടന്മാരൊന്നും അല്ല, സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരുന്നതാണ്. മോശ മിസ്രയീമിലേക്ക് അയച്ച് മിസ്രയീമിലെ സകല വിദ്യയിലും നിപുണനാക്കി. അതിനുശേഷമാണ് പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് കൽപ്പനകൾ മോശയുടെ കയ്യിൽ കൊടുത്തത്. പുതിയ നിയമത്തിൻ്റെ പ്രധാന ലേഖനങ്ങൾ എഴുതുവാൻ ദൈവം പൗലോസിനെ ഉപയോഗിച്ചത്. വിദ്യാബാഹുല്യത്താൽ നിനക്ക് ഭ്രാന്തായിരിക്കുന്നുവെന്ന് സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി കമൻ്റ് ചെയ്യത്തക്കവണ്ണം ഉന്നത വിദ്യാഭ്യാസം കൊടുത്തു. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, വചനം കറക്റ്റായിട്ട് എഴുതി വെക്കാനാ. മോനെ, സാമാന്യ നോളജിൽ എഴുതിയാൽ ഒക്കുന്നതല്ല ഈ വചനം. അതിന് ദൈവദത്തമായൊരു പരിജ്ഞാനം വേണം. വിദ്യാബാഹുല്യത്താൽ നീ ഭ്രാന്തനായിരിക്കുന്നുവെന്ന് ചക്രവർത്തി തിരുമേശ കൊണ്ട് തന്നെ കമൻ്റ് ചെയ്യത്തക്കവണ്ണം ഒരു വിദ്യാഭ്യാസ യോഗ്യത ദൈവം ആദ്യമായി പൗലോസിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പൗലോസേ, അത് ലോകപ്രകാരം ലഭിക്കുന്നതാണ്. ഇനി എന്നിൽ നിന്ന് നിനക്ക് ചിലത് വേണം. സകല പ്രപഞ്ചത്തെയും വാക്കുകൊണ്ട് നിർമ്മിച്ച എന്നെ
നീ ഒന്ന് അടുത്തറിയേണ്ടതിന് ഇങ്ങോട്ട് വാ, മേളിലോട്ട് കയറ്. മൂന്നാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. രണ്ടാം സ്വർഗത്തിൽ വ്യാപരിക്കുന്ന, ഇന്നലെ ഞാൻ രണ്ടാം സ്വർഗം തൊട്ടു, രണ്ടാം സ്വർഗത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളുടെ നടുവിലൂടെ സ്ക്രീൻ ചെയ്ത് ഇറങ്ങുന്ന ദൈവശക്തി അല്ല. അതിൻ്റെ മുകളിലേക്ക് നിന്നെ കയറ്റിയിട്ട് തികഞ്ഞ ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഇരുന്ന് എന്നിൽ നിന്ന് പഠിക്ക്. എന്നിട്ട് വേണം എൻ്റെ സഭയ്ക്ക് തരുവാൻ ഞാൻ ലേഖനങ്ങൾ എഴുതിക്കുവാൻ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല എന്ന പൗലോസാണ് പറഞ്ഞത്. ഇതിൻ്റെ അർത്ഥം എന്നാ? ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിക്ക് ന്യായപ്രമാണം ബാധകമല്ല. ന്യായപ്രമാണം ബാധകമല്ല. ഞാൻ ഇങ്ങനെ പറയാം. ഒരു നേഴ്സ്, ഇതിനകത്ത് നേഴ്സുമാർ പലരുണ്ട്. നിങ്ങളിൽ ആരെയും വട്ടികൾ തരം താഴ്ത്തുകയോ കിളത്തുകയോ ഒന്നുമല്ല. ഒരു നേഴ്സ് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നെങ്കിൽ അത് ആ മാസത്തെ ശമ്പളത്തിന് വേണ്ടിയാണ്. അല്ല എല്ലാവരും ഫ്രീ ആയിട്ട് പോയി ജോലി ചെയ്തതിന് അതൊന്നും അല്ല. ആ മാസത്തെ ശമ്പളത്തിന് വേണ്ടിയാണ്. ആളിൻ്റെ സ്പെഷ്യൽ കഴിവ് കൊണ്ട് രോഗിയെ നന്നായി ചികിത്സിച്ചു എന്ന് വരാം. പക്ഷേ ഇന്നത് ചെയ്യണം എന്നൊരു പ്രമാണം കിടക്കുന്നത് കൊണ്ടാണ് ശമ്പളത്തിന് വേണ്ടി ആ ജോലി ചെയ്യുന്നത്. പക്ഷെ അതേ നേഴ്സിന് ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഓമനിക്കുന്നത് പ്രമാണത്തിലല്ല, കാര്യം അകത്തു എന്നുള്ള ഡിസയറില്ല. വ്യഭിചാരം ചെയ്യരുത് എന്നൊരു കൽപ്പന ഉള്ളത് കൊണ്ട് വ്യഭിചാരം ചെയ്യാത്തവരുണ്ട്. പക്ഷെ ഞാൻ വ്യഭിചാരം ചെയ്യാത്ത അതുകൊണ്ടല്ല. വ്യഭിചാരം ചെയ്യരുത്, എൻ്റെ അന്തരംഗം എന്നോട് പറയുക, പരിശുദ്ധാത്മാവൻ്റെ അകത്തിരിക്കുക. മോനെ, ഇത് വെളിയിൽ നിന്ന് വന്നൊരു കൽപ്പനയല്ല, ന്യായപ്രമാണമല്ല, എൻ്റെ അകത്തെ പ്രമാണമാണ്. ഇന്ന കാര്യം തെറ്റാണ്, ചെയ്യരുത്, ഇതെൻ്റെ അകത്തു നിന്ന് വരുന്ന പ്രമാണമാണ്. ന്യായപ്രമാണമെന്നത് വെളിയിൽ എഴുതപ്പെട്ട പ്രമാണവും ദൈവവേദിൽ വ്യാപരിക്കുന്നത് അകമേയുള്ള പ്രമാണവുമാണ്. എൻ്റെ ദൈവം ഇത് പറഞ്ഞതുകൊണ്ട് ഞാനിത് പാലിച്ചേ തീരൂ. എൻ്റെ ദൈവം ഇത് ചെയ്തതുകൊണ്ട് ഞാനിത് ചെയ്തേ തീരൂ. ഞാനും ചിന്നമ്മയും കൂടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ, എൻ്റെ ഭാര്യയും കൂടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും കാണിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപമാനം വരരുത്, അതിന് ഓർത്തു വേണം ജീവിക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു തുടങ്ങി, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ സഭയ്ക്ക് അപമാനം വരരുത്, അത് ഓർത്തു വേണം ചെയ്യാൻ. എന്നേക്കാൾ വലുതായി കുഞ്ഞുങ്ങളെയും അതിനേക്കാൾ വലുതായി സഭയെയും കാണുവാൻ എഴുതപ്പെട്ട ഒരു പ്രമാണവുമല്ല. പകരം അകത്തിൻ്റെ അകത്തുനിന്ന് കിളന്നു വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു താല്പര്യം എന്നിലുണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം എൻ്റെ മേൽ വരും. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം. ഇത് രണ്ടും കൂടെ എതിരാണ്. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ഇത് പത്രോസാ പറയുന്നത്. നിങ്ങൾ ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ കൃപയിൽ നിന്ന് വെളിയില്ല. ഞാൻ കൃപയിലില്ലാതെയും എനിക്ക് ന്യായപ്രമാണം പാലിക്കാൻ ഒക്കും. വിൽ പവർ മാത്രം മതി. ന്യായപ്രമാണത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാനത് ചെയ്യും. നിശ്ചയമായിട്ടും എനിക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രയോജനമില്ല. കാര്യം അത് എൻ്റെ ആത്മാവിനെ തൃപ്തീകരിക്കാനല്ല, നിയമത്തെ പ്രസാദിപ്പിക്കാനാണ്. ഇതിനകത്തിരിക്കുന്ന ഞാനും നിങ്ങൾ നിയമത്തെ പ്രസാദിപ്പിക്കുന്നവരല്ല, പകരം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാണ്. ഇനിയും അടുത്ത വടിയിലോട്ട് കയറാൻ പോവാം. അകമേ ഉള്ള മനുഷ്യന് രണ്ട് മനുഷ്യരുണ്ട്. ഒന്ന് അകമേ ഉള്ളവനും വേറൊന്ന് പുറമേ ഉള്ളവനും. പുറമേ ഉള്ളവനെയും അകമേ ഉള്ളവനെയും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലുമാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. രണ്ടും ഒരേ ഐറ്റത്തിൻ്റെ മോഡലായതുകൊണ്ട്, ഒരേ വസ്തുവിൻ്റെ പകർപ്പായതുകൊണ്ട് രണ്ടിനും ഏറെക്കുറെ തുല്യമായ അവയവങ്ങളുണ്ടായിരിക്കും. അവയവങ്ങൾ. എനിക്ക് പ്രവർത്തിക്കാനൊരു കൈയുണ്ടെങ്കിൽ ആത്മാവിനും പ്രവർത്തിക്കാനൊരു കൈയുണ്ട്. എൻ്റെ അകമയുള്ളവനൊരു കൈയുണ്ട്. എൻ്റെ കൈയും ആത്മാവിൻ്റെ കൈയും കൂടെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ പാപിയായി മാറും. മോഷ്ടിക്കാൻ കൈ നീട്ടുമ്പോൾ അകത്തെ ആത്മാവ് പറയും, നീ എന്നെക്കൊണ്ടാണ് മോഷ്ടിക്കുന്നത്, എന്നോട് നീ കോർഡിനേറ്റ് ചെയ്തേ പറ്റൂ, ഇനി മാറും. ആത്മാവിനൊരു നാക്കുണ്ട്, എൻ്റെ ജഡത്തിനൊരു നാക്കുണ്ട്. അനാവശ്യം പറയാൻ ഒരുങ്ങുമ്പോൾ ആത്മാവ് പറയും, നീ എന്നെക്കൊണ്ടാണ് അനാവശ്യം പറയിപ്പിക്കുന്നത്, ഇനി വിഡ്രോ ചെയ്തേക്ക്. എൻ്റെ ആകമേ ഉള്ള മനുഷ്യന് പുറമേ ഉള്ള മനുഷ്യന് ഉള്ളതുപോലെ എല്ലാ സ്വഭാവങ്ങളുമുണ്ട്, എല്ലാ അവയവങ്ങളുമുണ്ട്, സകലതുമുണ്ട്. ഞാൻ ആദ്യമേ എടുത്തു പഠിപ്പിച്ച കൂട്ടത്തിൽ ഇവിടെ പറയാതിരുന്ന ഒന്ന് ഇന്ന് പറയാൻ തോന്നി. ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഇവിടെ പണ്ട് കാലത്ത് എടുത്തു പഠിപ്പിച്ചുകൊണ്ടിരുന്ന അതേ ആശയങ്ങൾ കഴിഞ്ഞ ദിവസം ആരോ ഒരു ദൈവദാസൻ, ഞാൻ പിന്നെ അദ്ദേഹത്തെ കണ്ടുമില്ല, നേരിട്ട് കണ്ടിട്ടുമില്ല, യൂട്യൂബിലൂടെ മാത്രം ആരോ ലിങ്ക് അയച്ചു തന്നുകൊണ്ട് കിട്ടിയതാണ്. വോൾഡിൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഒരു റഷ്യക്കാരനാണ്. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം UK ചെല്ലുമ്പോൾ
ഒരു സഹോദരി എന്നോട് പറഞ്ഞു, എം എ വർഗീസ് കേഴ്സ് ബ്രേക്കിങ്ങിൽ ഉപയോഗിക്കുന്ന അതേ പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വോൾഡിൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്, റഷ്യക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇട്ട് തരാം, ഒന്ന് കേട്ടോളാൻ പറഞ്ഞു. പാരമ്പര്യ ശാപങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ എടുക്കുന്ന അതേ ബൈബിൾ ക്ലാസ് അതുപോലെ. അദ്ദേഹം എന്നെക്കാൾ ഒത്തിരി ഇളയതാണ്, ചെറുപ്പക്കാരനാണ്. അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞതിന് അയാൾ പറയുന്നത് കേട്ട് ഞാൻ പറയുകയാണ്. ഇത് തിരിച്ചേ പറയത്തുള്ളൂ. കാര്യം ഞാൻ പറഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാണ് അയാൾ പറഞ്ഞു തുടങ്ങിയത്. രണ്ടായാലും ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞതല്ല, ദൈവമായിട്ട് ഏൽപ്പിച്ചതാണ്. എന്നെയും ദൈവം ഏൽപ്പിച്ചു, അദ്ദേഹത്തെയും ദൈവം ഏൽപ്പിച്ചു. അതുപോലെ സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൽ നിന്ന് പല പുതിയ കാര്യങ്ങളും ഞാൻ കേൾക്കാനിടയായി. അങ്ങും ഇഞ്ഞും ചില പുതിയ കാര്യങ്ങൾ കേൾക്കാനിടയായി. ഞാൻ ഈ ദൈവം ഏൽപ്പിക്കുന്ന ഒരു ആലോചനയെക്കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. വെളിപ്പാട് പുസ്തകത്തിലെ 7 ലേഖനങ്ങൾ എൻ്റേതായ തനിമയിൽ ഞാനതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. പാസ്റ്റർ കെ വൈ ഗീവർഗീസ് അതേ ആശയത്തിൽ ഈ വെളിപ്പാട് പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നത് കേട്ടു. ഞാൻ അദ്ദേഹത്തോട് ഒരു പാസ്റ്റർക്ക് എവിടുന്ന ഇത് കിട്ടിയത്? പുള്ളിയോട് പറഞ്ഞ്, ഞാൻ ദിവസങ്ങൾ ഉപവസിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, അങ്ങയെപ്പോലെ വേദപരിജ്ഞാനമുള്ള ഒരാൾ ഇതേ ആശയത്തിൽ പറയുമ്പോൾ എന്നെ ഏൽപ്പിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം, ഞാനും ഇത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞൊരു പദമുണ്ട്, ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചവർ ഒന്നേ പ്രാപിക്കത്തുള്ളൂ. അവർക്ക് തമ്മിൽ വ്യത്യാസം കാണത്തില്ല. കാര്യം ഒരേ ആത്മാവാണ്. കാലത്തിൻ്റെ പോക്കിലൊരിക്കൽ കാനമച്ചൻ ആ ശക്തമായ ദൈവകൃപയെ നിൽക്കുന്ന സമയം അച്ഛനും ഇതേ രീതിയിൽ ഒരു ലേഖനം വ്യാഖ്യാനിക്കുന്നത് കേട്ട്. ഞാൻ പറയുന്നത് അതേ പദങ്ങളിൽ. അച്ഛനോട് ഞാൻ എടുത്തു വെച്ചു, അച്ഛൻ ഇത് എവിടെ നിന്ന് കിട്ടിയ വ്യാഖ്യാനമാണ്? അത് കുഞ്ഞെ, ഞാൻ ഇരുന്ന് പഠിച്ച കൂട്ടത്തിൽ, ദൈവവചനം പഠിച്ച കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് തന്നതാണ്. ദൈവാത്മാവ് തന്ന വെളിപ്പാടുകൾ എടുത്തു പറയുന്നവരുണ്ട്, അവർക്കായി സ്തോത്രം. അന്ന് ദൈവം ഒരിക്കൽ എന്നെ ഏൽപ്പിച്ച ഒരു കാര്യം. എന്നാൽ ഒരു പദം ഞാൻ ഈ യൂട്യൂബിൽ കണ്ട ലിങ്കിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനൊരു നെറ്റിയുണ്ട്, എൻ്റെ പുറമേ ഉള്ളവനൊരു നെറ്റിയുണ്ട്. ആ നെറ്റിയെ പലരും പൊട്ടുതൊട്ടും വരച്ചും വൃത്തികേടാക്കും. പക്ഷേ അത് വേറെ ചിലത് എഴുതാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ആത്മാവിനും ഉണ്ടത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ചിലരുടെ നെറ്റിക്ക് സ്വർഗത്തിലെ ദൈവം എഴുതിയിട്ടുണ്ട്, രാജകീയ പുരോഹിതൻ. നമുക്ക് വായിക്കത്തില്ല, അത് നെറ്റിക്ക് എഴുതി വെച്ചിട്ടുണ്ട്, രാജകീയ പുരോഹിതൻ. വെളിപ്പാട് പുസ്തകം 1-6 രാജാക്കന്മാരും പുരോഹിതന്മാരും രാജ്ഞികളും പുരോഹിതന്മാരും. എൻ്റെ നെറ്റിയിൽ ഒരു എഴുത്തുണ്ട്, എനിക്കൊരു നെറ്റിയുണ്ട്, നെറ്റിക്കൊരു എഴുത്തുണ്ട്. ആത്മമനുഷ്യന് ഒരു 144,000 പേര് കയ്യിൽ കുരുത്തോടുകളുമായി ദൈവസന്നിധാനത്തിൽ നിന്ന് ആരാധിക്കുമ്പോൾ ഈ 144,000 പേർക്കുമുണ്ട് ഒരൊറ്റ പേരെഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വക അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും അവരുടെ നെറ്റുമേൽ എഴുതിയിരിക്കുക. നമുക്കൊരു നെറ്റിയുണ്ട്, ചുമ്മാ വെച്ചേക്കാൻ വേണ്ടിയല്ല, ചിലത് എഴുതാൻ വേണ്ടിയാണ്. അബ്രഹാമിന് ദൈവം ഒരു പേരിട്ടു, ദൈവത്തിൻ്റെ സ്നേഹിതൻ, അവൻ്റെ നെറ്റിക്ക് എഴുതിയിട്ടുണ്ട്. വേറെ അതിൻ്റെ താഴെ ഒരു എഴുത്ത് കാണാം, ബഹുജാതികൾക്ക് പിതാവ്. അതിൻ്റെ താഴെ സേറയ്ക്കൊരു എഴുത്തുണ്ട്, ബഹുജാതികൾക്ക് മാതാവ്. ദൈവത്തിൻ്റെ സ്നേഹിതൻ, ബഹുജാതികൾക്ക് പിതാവ്. ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ നിങ്ങളുടെ നെറ്റിക്കൊരു നാമമില്ലേ? ഉണ്ടേലേ പറ്റൂ. ബാംഗ്ലൂരിൽ ദൈവസഭ വളർന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ ഞാൻ പോകുന്നിടത്തെങ്ങും അങ്ങനെ ഒരു വളർച്ച ഞാൻ കണ്ടിട്ടില്ല. സ്നാനത്തിനൊരു ഓൾട്ടറുകൾ കൊടുത്ത് വെച്ച് പോരുമായിരുന്നു. ഒത്തിരി പേര് സ്നാനപ്പെട്ടിട്ടുണ്ട്. ഒരാൾ സ്നാനപ്പെട്ടത് കൊണ്ട് ദൈവസഭ വളരുന്നില്ല. സഭയ്ക്കകത്തോട്ട് കയറാനുള്ള ഫണ്ടമെൻ്റൽ ക്വാളിറ്റി കിട്ടിയെന്നേ ഉള്ളൂ. അധികം ഒന്നും ദൈവസഭ വളരുന്നില്ല. ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഒരിക്കൽ പരിശുദ്ധാത്മാവ് പാസ്റ്റർ കെ രഞ്ജിത്തിലൂടെ ഒരാലോചന പറഞ്ഞു. നിൻ്റെ നെറ്റിക്കൊരു പുതിയ പേരെഴുതുകയാണ്, വളർച്ചയുടെ അപ്പോസ്തലൻ. അന്നു മുതൽ ഞാൻ പോകുന്നിടത്തൊക്കെ വേർപാടിൻ്റെ ഓൾട്ടർ കൊടുക്കും. മറ്റാർക്കും കിട്ടാത്തതുപോലെ വേർപാടിന് വേണ്ടി ആളുകൾ തയ്യാറാകും. സഭകൾ വളരാൻ തുടങ്ങി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വിത്തകത്തോട്ട് വീഴട്ടെ, ഒരു പുതിയ പേര് കർത്താവ് നെറ്റിക്ക് എഴുതട്ടെ. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുള്ള നന്നായി മനസ്സിലാകുന്നില്ലേ? നിങ്ങളുടെ നെറ്റിക്കൊരു പുതിയ പേര് കർത്താവ് എഴുതട്ടെ. എൻ്റെ നെറ്റിമേൽ ഒരു നാമമുണ്ട്, പിതാവിൻ്റെ നാമവും കുഞ്ഞാടിൻ്റെ നാമവും എന്ന് വെളിപ്പാട് പുസ്തകം 14:1 പറയുന്നു. ജാതികളുടെ പ്രവാചകനെന്ന് യെരമ്യാവിൻ്റെ മേൽ എഴുതി വെച്ചു. ജാതികളുടെ അപ്പോസ്തലനെന്ന് പൗലോസിൻ്റെ മേൽ എഴുതി വെച്ചു. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലനെന്ന് ചിലരുടെ നെറ്റിക്ക് എഴുതി വെച്ചു. എൻ്റെ നെറ്റിക്ക് എന്തെഴുതും? നിങ്ങളുടെ നെറ്റിക്ക് എന്തെഴുതും? അകമേ ഉള്ളവന് ഒരു നെറ്റിയുണ്ട്. അകമേ ഉള്ളവൻ്റെ നെറ്റി ഏതാണ്ട് എഴുതാനാ.
എന്തെഴുതും നമ്മളെക്കുറിച്ച്, ദൈവത്തിന് നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കാറുണ്ട്? ഞാൻ പറയും, ഇത് ഒരു ആവറേജ് പ്രസംഗം പറഞ്ഞു പോകാൻ വേണ്ടിയല്ല നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇറ്റ്സ് എ സ്പിരിച്വൽ എംഫസൈസ് വീക്ക്. ഇതിനകത്ത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രാപിക്കാൻ വേണ്ടിയാണ്. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലൻ, വളർച്ചയുടെ അപ്പോസ്തലൻ, അനേക പേരുകൾ കാണാം, അനേക പേരുകൾ. ഇന്ന് പകൽ പോകുന്നതിന് മുന്നേ കർത്താവേ, എൻ്റെ സ്ഥാനനിർണയം നടത്തി അടിയൻ്റെ നെറ്റിമേൽ ആ പേരെഴുതണേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ സ്ഥാനനിർണയം നടത്തി. അതിനകത്ത് പ്രൊമോഷനൊക്കെ ഉണ്ട് കേട്ടോ, പ്രൊമോഷനൊക്കെ ഉണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഞാൻ പാസ്റ്റർ കെ വി ജോൺസൺ എന്ന് പറയുന്ന അച്ചായ മരിച്ചുപോയി, ഇന്ന് ഭൂമിയിലില്ല. പാസ്റ്റർ കെ വി ജോൺസൺ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഭവനത്തിൽ ഒരു രാത്രി കിടന്നുറങ്ങുക. എൻ്റെ കയ്യിൽ ഒരു മലയാളം വേദപുസ്തകം ഇല്ല, എൻ്റെ ബൈബിൾ കൊണ്ടുപോയിട്ടില്ല. ആ വീട്ടിലും ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും ഇംഗ്ലീഷ് വേദപുസ്തകം ഉള്ളായിരുന്നു. അല്ലേ, എൻ്റെ കൈ കിട്ടി അവിടെ ഞാൻ കണ്ടത് ഇംഗ്ലീഷ് വേദപുസ്തകമേ ഉള്ളൂ. അന്നേരത്തെ ഒരാളിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. ബാംഗ്ലൂർ ചർച്ചിൽ കുഞ്ഞുങ്ങൾ ഒരുപാട് എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് ഒരുപാട് രോഗസൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം അനുഭവിച്ചാൽ ഈ പറയുന്നത്. ഞാൻ എല്ലാവരുടെയും ഒന്നും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വടിയും പിടിച്ചുകൊണ്ട് വടി കുത്തി നടക്കുന്ന പലരുടെയും കയ്യിൽ നിന്ന് ദൈവത്തിൻ്റെ കരുണയാൽ വടി തിരിച്ചു വാങ്ങിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ചർച്ചിലുണ്ടായിരുന്ന ഒരു സഹോദരനും ഞാനും കൂടെ ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു കൺവെൻഷൻ നടത്താനായിട്ട് പോയി. ആ കൺവെൻഷന് പ്രസംഗിച്ചേച്ച് വന്ന് ഞാൻ അവരുടെ ചർച്ചിൽ കിടക്കുക. അന്നേരത്താണ് ഒരു അപ്പച്ചനെ കൊണ്ടുവന്നത്. അപ്പച്ചൻ വടിയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുക. എൻ്റെ കൂടെ ഈ ചർച്ചയിൽ നിന്ന് ഒരു ബ്രദറും വന്നിട്ടുണ്ട്. എന്നെ വിവരം പോലും അറിയിക്കാതെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ വടിയും കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പച്ചനോട് പറഞ്ഞ് നടക്കാൻ പറഞ്ഞു. അപ്പച്ചൻ വടിയും കൊടുത്തേച്ച് നടന്നു പോകുന്നത് എനിക്ക് നല്ല ഓർമ്മയാണ്. ഇതൊക്കെ പകരുന്നതാ, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം നടക്കുന്നതാ. സ്ഥാനനിർണയം ദൈവം വരുത്തണം. ചിലതങ്ങ് താഴോട്ട് പോകും, ദൈവം കൊടുത്തതിൽ നിന്ന് താഴോട്ട് പോകും. ഇവിടുന്ന് 3000 മെമ്പേഴ്സുമായി പോയി 1500 കുറഞ്ഞവരെ എനിക്കറിയാം. 500 എന്ന് കൂട്ടിക്കും. ഇവിടുന്ന് ഒന്നിനെയും കൊണ്ടുപോകാതെ ഒറ്റയ്ക്ക് പോയി 1000-ഓളം വളർന്നവരെ എനിക്കറിയാം. ചിലതിനെ ഏൽപ്പിക്കുന്നത് നശിപ്പിച്ച് തകർത്ത് കളയും, വേറെ ചിലതിനെ വളർത്തിയെടുക്കും. ഇന്ന് പകൽ വളരുന്ന ഒരു ഗ്രൂപ്പിനെ ദൈവം ഇതിനകത്തൊന്ന് എഴുതിപ്പിക്കുവാൻ നമ്മുടെ നെറ്റിക്ക് ഒരു പുതിയ പേരിരിക്കട്ടെ. ഓക്കെ, അന്ന് ഒരാളിങ്ങനെ പറഞ്ഞു, ഈ ബാംഗ്ലൂർ ചർച്ചിൽ ഈ പിള്ളേരൊക്കെ എഴുന്നേറ്റ് അത് പറയുന്നു, ഇത് പറയുന്നു, അന്യഭാഷ പറയുന്നു. ഇതെല്ലാം ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കിളുത്ത തകരകളാണ്. എന്നെ കേൾക്കുക അയാളിത് പറഞ്ഞ്. എൻ്റെ അകത്ത് അല്പം ആത്മീയ ചൂടുണ്ടായി. കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചാണോ ഈ പറയുന്നത്? ഈ ചക്കിനും ചൂക്കിനും കൊള്ളുകയില്ലാത്ത ഈ പുള്ളി ജീവിതത്തിൽ 10 പേരെ സ്നാനപ്പെടുത്തിയിട്ടില്ല, ഒന്നിനും കൊള്ളുകയില്ലാത്ത ഒരുത്തനാണ്. എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇത് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കിളുത്ത തകരയാണ്. ഞാൻ 2-3 മിനിറ്റ് പ്രാർത്ഥിച്ചു കാണും. ആ കട്ടിലിൻ്റെ മുന്നിലോട്ട് മുട്ടുകുത്തി ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ നാണക്കേടൊന്ന് മാറ്റിത്തരണേ. കർത്താവ് എന്നോടൊരു പദം പറഞ്ഞു, അവരെനിക്ക് വേണ്ടി നിൽക്കുന്ന അലരി വൃക്ഷങ്ങളാണ്. അവരെനിക്ക് വേണ്ടി നിൽക്കുന്ന അലരി വൃക്ഷങ്ങളാണ്. അങ്ങനെയാണ് ചിലതിൻ്റെ നെറ്റിക്ക് അലരി നരിക എഴുത്ത്. ആ വാക്യം ഒന്ന് തപ്പിയെടുക്കാനായിട്ട് ഞാൻ വന്നു. ഈ അലരി വൃക്ഷം എന്നുള്ളതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയാൻ വയ്യ. ഇതിൻ്റെ എന്തുവാ ഇത്? അലരി എന്ന് പറഞ്ഞാൽ എന്തുവാ എനിക്കറിയാൻ വയ്യ. പ്ലാവാണോ, മാവാണോ, തെങ്ങാണോ, തേക്കാണോ, എന്തോ എന്ന് എനിക്കറിയാൻ വയ്യ. അതുകൊണ്ട് അലരി എന്നുള്ളതിൻ്റെ എന്തെങ്കിലും വ്യാഖ്യാനം കിട്ടുമോ എന്നറിയാൻ വേണ്ടി ആ വാക്യം ഞാൻ തപ്പിയെടുത്തു. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതൊരു ഇംഗ്ലീഷ് ബൈബിളാണ്. എടുത്തു വന്നപ്പോൾ കണ്ട് അവിടെ എഴുതിയിരിക്കുന്നു, ദേ ആർ ദ ഓക്ക് ട്രീസ്. അടുത്ത കാലത്തെങ്ങ് ഉണങ്ങി വീഴാത്ത, ഒരു കാറ്റടിച്ചാൽ ഇളകിപ്പോകാത്ത, ഒരു ഉഷ്ണത്തിന് വാടിപ്പോകാത്ത, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങളെന്ന് ഒരിടത്ത് പറയുന്നെങ്കിൽ അതേ വാക്യം പറയുകയാണ്, അവരെനിക്ക് അലരി വൃക്ഷങ്ങളാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു കൂട്ടം അലരി വൃക്ഷങ്ങൾ ഇതിനകത്തൊന്ന് എഴുന്നേറ്റ് വരട്ടെ. യേശുവിൻ്റെ അധികാരത്തിൽ ഒരു കൂട്ടം അലരി വൃക്ഷങ്ങൾ ഇതിനകത്തൊന്ന് എഴുന്നേറ്റ് വരട്ടെ. നമ്മുടെ എല്ലാം നെറ്റിക്കൊരു എഴുത്ത് കാണും. ഇന്ന് പകൽ എൻ്റെ നെറ്റിക്കുള്ള എഴുത്ത് എന്തുവാണ്? ദൈവസ്ഥാനത്തിൽ ശോധന ചെയ്യുവാൻ. കർത്താവ്, എൻ്റെ ഗ്രേഡിങ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അതാക്കി തരണേ. ഒരിക്കൽ ഒരാൾ ഒരു പ്രവാചകൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ പോയി. ഞാനും ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരെ ഒരു പ്രവാചകൻ്റെ അടുക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു പോയിട്ടില്ല. നെവർ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും, ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. എൻ്റെ കാര്യമല്ല, എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളൂ. എനിക്ക് ഭാവിയെക്കുറിച്ച് യാതൊരു ആകുലതയുമില്ല, ഒരു ചഞ്ചലിപ്പില്ല. ഈ ടേക്ക് കെയർ, കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചർച്ചിൻ്റെ കാര്യവും ദൈവം നോക്കിക്കോളും. എന്നാൽ ഞാൻ എന്തെങ്കിലും ഒരു ചുവട് വെക്കണമെങ്കിൽ
എൻ്റെ കയ്യിൽ നിന്ന് ചെയ്യേണ്ട ഒരു കാര്യം അന്ന് കറക്റ്റ് ദിവസം നടക്കാതെ വന്നെങ്കിൽ എൻ്റെ കുറ്റമായി തീരും. അതുകൊണ്ട് ചർച്ചിൻ്റെ കാര്യത്തിന് മാത്രം ആലോചന ചോദിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ആലോചന ചോദിക്കാൻ പോയിട്ടില്ല, വിത്ത് എക്സെപ്ഷൻ. ഇങ്ങനെ സന്തോഷിൻ്റെ വിവാഹ സമയത്ത് ഞാൻ സാമച്ചൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഒരു വിവാഹാലോചനയുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങി വീട്ടുപേരും പേരും സ്ഥലപ്പേരും സഹിതം അതങ്ങ് ഒത്തു. ഞങ്ങൾ ആലോചിച്ച് തന്നെയായിരുന്നു. ഈ ഒരു ഇൻസിഡൻ്റ് ഒഴിച്ചാൽ ഞാൻ എനിക്ക് വേണ്ടി ഒരാലോചന ചോദിച്ചിട്ടില്ല. പക്ഷെ ആലോചന ചോദിക്കാൻ വന്ന 1-2 പേരോട് പരിശുദ്ധാത്മാ പറഞ്ഞൊരു മറുപടി ഓർമ്മയുണ്ട്. നിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഫൈനലായിട്ടില്ല. ഒന്ന് ശ്രദ്ധിച്ചോണേ, നിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഫൈനലായിട്ടില്ല, അത് കഴിഞ്ഞേ അറിയിക്കാനൊക്കത്തുള്ളൂ. നീ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിക്കൊത്തവണ്ണം, ഇന്ന് ദൈവസന്നിധിയിൽ കാണിക്കുന്ന തീക്ഷ്ണതയ്ക്കൊത്തവണ്ണം നിൻ്റെ ബ്ലൂ പ്രിൻ്റ് വലുതായി എന്ന് വരാം, ചെറുതായി എന്ന് വരാം. അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല, അത് ചെയ്ത ശേഷമേ അറിയിക്കാനൊക്കത്തുള്ളൂ. വരിയവരെയോനച്ചായം പറഞ്ഞ വാചകമാണ്, നിൻ്റെ ബ്ലൂ പ്രിൻ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല, അത് കംപ്ലീറ്റ് ആയ ശേഷം മാത്രമേ അറിയിക്കാനൊക്കത്തുള്ളൂ. പണ്ട് കാലങ്ങളിൽ ഡ്രോയിങ് വരച്ചുകൊണ്ട് വരുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വര മാറ്റാതെ ഇരിക്കാൻ, അളവുകൾ മാറ്റാതെ ഇരിക്കുവാൻ എടുക്കുന്ന ഫൈനൽ പ്രിൻ്റിനെയാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ബ്ലൂ പ്രിൻ്റ് ഉണ്ടോ എനിക്കറിയാൻ വയ്യ. അതിനേക്കാളൊക്കെ മോഡേൺ സിസ്റ്റംസ് വന്നു കാണും. ബ്ലൂ പ്രിൻ്റ് ഉണ്ടെന്നും ഇല്ലെന്നും എനിക്കറിയാൻ വയ്യ. പക്ഷെ ഞങ്ങളുടെയൊക്കെ കാലത്ത് ബ്ലൂ പ്രിൻറ്റ്സ് ഉണ്ടായിരുന്നു. നിൻ്റെ ജീവിതത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അത് ഫൈനലൈസ് ചെയ്യാത്തിടത്തോളം അറിയിക്കാനൊക്കത്തില്ല. കർത്താവേ, എൻ്റെ ബ്ലൂ പ്രിൻ്റ് ഫൈനലൈസ് ചെയ്യുമ്പോൾ ഒരു നല്ല പേര് എഴുതത്തക്ക വേണം. നമ്മുടെ ഒരു സമർപ്പണം ആവശ്യമാണ്. അതിനാണ് നമ്മൾ ഇരിക്കുന്നത്. എൻ്റെ ബ്ലൂ പ്രിൻ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കർത്താവേ, ഒരു നല്ല പേര് എഴുതുവാൻ എന്നെ ദൈവസന്നിധിയിൽ തരുന്നു. അതൊന്ന് എഴുതണേ. എൻ്റെ കർത്താവ് എഴുതിയാൽ എഴുതിയതാ. പിന്നെ അത് മായ്ക്കാൻ ഒരുത്തനെ കൊണ്ടൊക്കത്തില്ല, അത് മായ്ച്ചു കളയാനൊരു ശക്തിയെ കൊണ്ടൊക്കത്തില്ല. ഞാൻ പണ്ട് കാലങ്ങളിൽ, ആരംഭകാലങ്ങളിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമുണ്ട്. രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഫ്ലൈയിങ് കോളേജുണ്ട്. ജെയിംസ് സാറോട് ഇരിക്കുമ്പോഴാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫ്ലൈയിങ് കോളേജിൻ്റെ മുമ്പിൽ ഒരു ഫുൾ വിങ്ങിൻ്റെ പടം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 66, 67, 68 എയർഫോഴ്സിലെ പൈലറ്റ്സിന് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ എംബ്ലമാണ് ഒരു ഫുൾ വിങ്, ഒരു പക്ഷി 2 ചിറകും വിരിച്ചിരിക്കുന്നത്. വലിയൊരു പക്ഷിയെ 2 ചിറകും വിരിച്ചവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒരു എഴുത്തുണ്ട്. All the gold in the world cannot give you the wing. ഭൂമിയിലുള്ള മുഴുവൻ പണവും, അതതിൻ്റെ അർത്ഥം ഭൂമിയിലുള്ള മുഴുവൻ സ്വർണവും ഒരുമിച്ച് കൊടുത്താൽ ഈ വിങ് നിനക്ക് തരാനൊക്കത്തില്ല. കാര്യം ഇത് പഠിച്ചെടുത്തേ പറ്റൂ. കാശ് കൊടുത്ത് ആർക്കും പറക്കാനൊക്കത്തില്ല. അടുത്ത പദം, വൺസ് ദ വിങ് ഈസ് ഗിവൺ ടു യു, നോ പവർ ഇൻ ദ വേൾഡ് കൻ ടേക്ക് ഇറ്റ് അവേ. എയർഫോഴ്സിൻ്റെ ഭാഷയിൽ നിന്നെ ഇനി എയർഫോഴ്സിൽ വേണ്ടെന്ന് പറഞ്ഞ് മുടക്കാം, നിന്നെ സെൻട്രൽ ജയിലിലേക്ക് അയക്കാം, ഒരു കാലത്തും പുറത്തു വരത്തില്ല. പക്ഷെ നീ പഠിച്ചത് മറക്കത്തില്ല, അത് നിൻ്റെ അകത്തിരിക്കും. All the gold in the world cannot give you this wing, and once you achieve it, all the power in the world cannot take out this wing. എന്തെങ്കിലും ഒന്ന് ദൈവത്തെങ്കിലും എന്ന് പ്രാപിച്ചാൽ, എൻ്റെ ബ്ലൂ പ്രിൻ്റ് കംപ്ലീറ്റ് ചെയ്താൽ പിടിച്ചെടുക്കാവുന്നൊരു ശക്തിയില്ല. ഇന്ന് പകൽ അങ്ങനെ ഒന്ന് ദൈവത്തെങ്കിലും ഒന്ന് പ്രാപിക്കണം. കർത്താവ്, ജീവിതത്തിലെ ബലഹീനതകളുടെ നിമിഷത്തിൽ എൻ്റെ ബ്ലൂ പ്രിൻ്റ് കംപ്ലീറ്റ് ചെയ്യാതെ അടുത്തൊരളവിലേക്ക് എന്നെ വളർത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രമെന്ന് പറയുവാൻ ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അടുത്തത്, പ്രായോഗിക ലോകത്തിലേക്ക് ഇറങ്ങുക. പൗലോസ് ചിന്തിക്കുന്നത്, ഞാൻ അതുവഴിയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നു. പ്രായോഗിക ലോകത്തിലേക്ക് ഇറങ്ങുക. പിശാച് ഉണ്ടാക്കുന്ന വലയങ്ങൾ അവൻ അനുകൂലമായി എന്നിൽ നിന്നൊന്നും അങ്ങോട്ട് ചെല്ലാതെ, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, അവന് അനുകൂലമായി അവൻ്റെ ചുറ്റും ഒരു വലയമുള്ളിടത്തോളം, അല്ലെങ്കിൽ കോട്ടകൾ അവന് ചുറ്റും ഉള്ളിടത്തോളം എനിക്ക് അവനോട് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഞാൻ എന്തൊക്കെ അമ്പയച്ചാലും എന്നൊക്കെ ചെയ്താലും അതിലഞ്ഞ് തിരിച്ചു വരത്തേ ഉള്ളൂ, എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അവൻ അവിടം കൊണ്ട് നിൽക്കാതെ ഞാനൊരമ്പ് അയക്കാതിരിക്കാൻ അവൻ്റെ വക വേലി എൻ്റെ വട്ടം കിട്ടും. എന്നിട്ട് എന്നെ പിടിച്ച് വേലിക്കകത്താക്കും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഒന്ന്, ഞാൻ പിശാചിനെ ശാസിച്ചാൽ അത് പോകാതെ വണ്ണം എൻ്റെ വാക്കിനവൻ കീഴടങ്ങാതെ വണ്ണം. ഞാനീ പറയുന്നതൊക്കെ ഒത്തിരി ഹയർ ലെസനാണ്. ഒരുപാട് പേര് കേട്ടാൽ എന്നെ കള്ളനെന്ന് വിളിച്ചെന്ന് വരും, പൊട്ടനെന്ന് വിളിച്ചെന്ന് വരും, തോന്നിയത് വിളിക്കുക.
ഞാൻ പല പ്രാവശ്യം നിരൂപകന്മാരോട് പറഞ്ഞു, നീ എല്ലാം കൂടെ നിരൂപിച്ചാൽ എൻ്റെ വരുമാനത്തിൽ ഒരു പൈസ കുറയത്തുമില്ല, കൂടത്തുമില്ല, എൻ്റെ സ്റ്റാറ്റസിന് വ്യത്യാസം വരത്തില്ല, യേശുവിൻ്റെ ഭാഷയിൽ ഒരു രോമം കറക്കത്തില്ല, വിളക്കത്തില്ല, നീ എൻ്റെ പണി നോക്ക്. അങ്ങോട്ട് ആയുധങ്ങൾ പ്രവേശിക്കാതെ വേണം അവൻ്റെ വട്ടത്തിൽ അവൻ വേലി കിട്ടും. റിംഗ് നമ്പർ 1, 2, 3 ഇന്നലെ പറഞ്ഞതുപോലെ കോട്ടകളും കിടങ്ങുകളും അവൻ വട്ടത്തിൽ കെട്ടും. ഇന്നലെ ഞാൻ ഉദാഹരണം പറഞ്ഞായിരുന്നു, ആദ്യത്തെ റൗണ്ടിൽ 100 പട്ടിയാണെങ്കിൽ അല്ല 1000 പട്ടിയാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ 1000 കുതിരകളായിരിക്കും, മൂന്നാമത്തെ റൗണ്ടിൽ 1000 ആനകളായിരിക്കും. ഒന്നിനെ വീഴ്ത്തിയാൽ അതിനേക്കാൾ ശക്തമായ ഒരു പ്രതിരോധം അവൻ സൃഷ്ടിക്കും അങ്ങോട്ടൊന്നും ഏക്കാതിരിക്കാൻ. ഇതിനെല്ലാം അതിജീവിക്കുന്ന ദൈവിക അസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ദൈവവേദലിന് കഴിയും. പിശാചിൻ്റെ കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ചില ആയുധങ്ങൾ കർത്താവ് തരും. പിശാചിൻ്റെ കോട്ടകളെ ഇടിക്കുവാൻ ശക്തിയുള്ള ചില ആയുധങ്ങൾ ദൈവം തരും. ഈ ആയുധങ്ങൾ അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ അവൻ നമുക്ക് ചുറ്റും വേലി കിട്ടും. ഇന്നാതാ തൊടാൻ പോകുന്നത്. ദൈവം എന്നെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ആയുധങ്ങൾ അവൻ്റെ നേരെ ചെന്നാൽ അവൻ്റെ കോട്ടകൾക്ക് പിടിച്ചു നീക്കാൻ ഒക്കാതെ അവൻ്റെ കോട്ടകൾ തെറിച്ചു വീഴും. ആയുധം ഇവിടെ നിന്ന് പോകാതെ സൂക്ഷിച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അവൻ്റെ കോട്ടയ്ക്ക് ഒരു കേടും വരത്തില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാനും ഒക്കത്തില്ല. അങ്ങനെ അവൻ ഇവിടെ ചില വേലി കിട്ടും. ഇനിയും ചില കാര്യങ്ങൾ ഞാൻ ഒരുമിച്ച് ചേർക്കട്ടെ. എനിക്ക് പുറമേയുള്ള ഒരു മനുഷ്യനുണ്ട്, എനിക്ക് അകമേയുള്ള ഒരു മനുഷ്യനുണ്ട്. എൻ്റെ പുറമേയുള്ള മനുഷ്യനിൽ ജഡത്തിൻ്റെ ഇച്ഛകളുണ്ട്, എൻ്റെ അകമേയുള്ള മനുഷ്യനിൽ ആത്മാവിൻ്റെ ഇച്ഛകളുണ്ട്. എന്തോ അതിനെ നമ്മൾ കറക്റ്റ് വാക്ക് ഉപയോഗിച്ചെന്താണ്? അഭിലാഷങ്ങൾ. എനിക്ക് ചില അഭിലാഷങ്ങൾ എൻ്റെ ജഡത്തിലുണ്ട്, ചില അഭിലാഷങ്ങൾ എൻ്റെ ആത്മാവിലുമുണ്ട്. ഇവ തമ്മിൽ നിരക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തം എപ്പോഴും നടക്കും. പക്ഷേ എൻ്റെ ബുദ്ധിയാണ്, വിൽ പവറാണ് തീരുമാനിക്കുന്നത്. പല പ്രാവശ്യം ആത്മാവിൻ്റെ അഭിലാഷത്തെ കെടുത്തിക്കളഞ്ഞാൽ ആത്മാവ് മിണ്ടാതാകും, നിർജീവമാകും, നിർവീര്യമാകും, പിന്നെ അനങ്ങത്തില്ല. പാസ്റ്റർ വി. എ. തോമസ് പ്രസംഗിക്കുന്ന കാലത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യ മനസാക്ഷിയെ 4 മൂലകളുള്ള ഒരു കൊച്ചു പ്ലേറ്റിനോട് ഉപമിച്ച് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. 4 മൂലകളുള്ള ഒരു പ്ലേറ്റ്. ഒരു പ്ലാറ്റ്ഫോമിൽ ഞാനൊരു ആണി അടിച്ച് ആ ആണിയിൽ കറങ്ങത്തക്കതുപോലെ എൻ്റെ ഈ മനസാക്ഷി ഇതങ്ങോട്ട് എടുത്ത് വെക്കുക. ഈ മനസാക്ഷി അങ്ങോട്ട് വെച്ചു, എന്നിട്ട് കറക്കുക. ഇത് കറങ്ങുമ്പോൾ മൂല തട്ടത്തക്കതുപോലെ വേറൊരാണി അവിടെ അടിച്ചു വെച്ചു. എനിക്കൊന്ന് ഞാൻ ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനേക്കാൾ കവിഞ്ഞത് കാണിച്ചു തരാൻ എനിക്ക് ഒക്കത്തില്ല. കറങ്ങുന്ന ഒരു ഡിസ്ക്, പക്ഷേ അത് ചതുരമാണ്, 4 മൂലകളുള്ള ഒരു ഡിസ്ക്. അതിൻ്റെ ഒത്ത നടുക്കൊരു കിഴുത്തയുണ്ട്. എനിക്ക് നടുവൊന്നും കാണത്തില്ല, ഞാൻ പുറകെ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ ഒത്ത നടുക്കൊരു കിഴുത്തയുണ്ട്. ആ കിഴുത്തയ്ക്ക് നടുക്കൂടെ ഒരാണി അടിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നിത് കറങ്ങിക്കോളും. പക്ഷേ ഇതിൻ്റെ മൂലയ്ക്ക് വന്നാൽ മുട്ടത്തക്കതുള്ളൊരാണി ഒരു സൈഡിലടിച്ചു. കറക്കി ഇങ്ങോട്ട് വരുമ്പോൾ മൂലയ്ക്ക് വരുന്ന ഉടനെ ഈ ആണിയെ മുട്ടും, അത് കറക്കം നിൽക്കും. ഞാനൊരല്പം ബലം പ്രയോഗിച്ച് ഒന്ന് തള്ളിക്കൊടുത്താൽ ആ മൂല അങ്ങ് ഒടിഞ്ഞു പോകും, ആണി അവിടെ ഇരിക്കും, ഇത് കറങ്ങും. രണ്ടാമത്തെ മൂല മുട്ടും, ഒന്ന് പിടിച്ചു കൊടുത്താൽ രണ്ടാമത്തേത് കറങ്ങും, മൂന്നാമത്തേത് മാറും, നാലാമത്തേത് മാറും. ഒരു 10 പ്രാവശ്യം കറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രാമോഫോൺ പ്ലേറ്റ് പോലെ കറങ്ങും, ഒന്നും തടയാനില്ല. എൻ്റെ മനസാക്ഷിയെ എൻ്റെ വിൽ പവർ കൊണ്ട് ഞാൻ ദ്രോഹിച്ചാൽ 4 ദിവസം കഴിയുമ്പോൾ ഇത് ചുമ്മാ കറങ്ങിക്കോളും, പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കാനില്ല. എൻ്റെ ആകമേയുള്ളവൻ നിർജീവമായി. ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കുത്തിക്കൊന്ന കേസിലെ പ്രതിയായ ഒരു മനുഷ്യനോട് ആരംഭം മുതൽ പലതുണ്ട്. കുത്തിക്കൊന്ന കേസിലെ പ്രതിയായി ഒടുവിൽ അങ്ങനെ വളർന്നു. അതിനു മുമ്പേ വീടുകളിൽ നിന്ന് മോഷണം തുടങ്ങി. അമ്മയുടെ ചക്കരപാത്രത്തിൽ നിന്ന് മോഷ്ടിച്ചു, അപ്പൻ്റെ പണപ്പെട്ടിയിൽ നിന്ന് മോഷ്ടിച്ചു, അയലോക്കത്തെ കോഴിയെ മോഷ്ടിച്ചു, അയലോക്കത്തെ പശുവിനെ മോഷ്ടിച്ചു, ഏറ്റവും ഒടുവിൽ കുത്തിക്കൊല വരെയായ അതിനുശേഷം അവൻ രക്ഷിക്കപ്പെടുന്നത്. അന്ന് ധീരകൃത്യം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ബ്രദറെ, ഞാൻ ഇപ്പോൾ പേര് പറയുന്നില്ല, ഞാൻ ചോദിച്ചു, ബ്രദറെ, അന്ന് മനസാക്ഷി ചോദ്യം ചെയ്തില്ല? മനസാക്ഷിക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ പറഞ്ഞ വാചകം ഞാൻ കംപ്ലീറ്റ് ചെയ്തേക്കാം. ഞാൻ വീടുകളിൽ മുറിച്ച് മോഷ്ടിക്കാൻ ചെല്ലുമ്പോഴും ആളുകളെ കുത്തിക്കൊല്ലുവാൻ തീരുമാനിച്ചു പോകുമ്പോഴും ഫാത്തിമ പള്ളി പോയി സ്തോത്ര കാഴ്ച ഇട്ടേച്ചാ പോകുന്നത്, പിടി വീഴാതിരിക്കാൻ. അങ്ങനെ വാചകമാണ്. ജലഹലിലൊരു ഫാത്തിമ പള്ളിയുണ്ട്. ഈ ഫാത്തിമ പള്ളി പോയി
ഞാൻ പിടിവീഴാതിരിക്കാൻ, കാര്യം മോട്ടിക്കാൻ ചെല്ലുന്ന വീട്ടിലൊന്ന് ചുമച്ചു പോയാൽ കാര്യം തീർന്നില്ലേ? ചുമയ്ക്കാതിരിക്കാൻ നേർച്ചയിട്ടേച്ചാ പോകുന്നേ. മനസ്സാക്ഷിക്ക് ഒരു ലിമിറ്റുണ്ട്. അത് കഴിഞ്ഞാൽ മനസ്സാക്ഷി വർക്ക് ചെയ്യത്തില്ല, അവനെ തമ്പുരാൻ തള്ളും. എൻ്റെയും നിങ്ങളുടെയും മനസ്സാക്ഷി മരവിപ്പിച്ച് നമ്മുടെ ബ്ലൂ പ്രിൻറ്റിന് തകരാറ് വരുത്തേണ്ടതിന് ചിന്താമണ്ഡലത്തെ പിശാച് പിടിച്ചെടുക്കും. എൻ്റെ ചിന്താമണ്ഡലത്തിലാണ് മുമ്പേ പറഞ്ഞ് സിഗരറ്റ് വലിക്കണമെന്നുള്ള ആശ വന്നത്, നാളെ കള്ളു കുടിക്കണമെന്നുള്ള താല്പര്യം വന്നത്, ഇനിയൊരുത്തനെ കളിപ്പിക്കണമെന്ന് തോന്നിയത്, എൻ്റേതല്ലാത്ത പണം എടുക്കണമെന്ന് തോന്നിയത്, എൻ്റേതല്ലാത്ത ഒരു പെൺകുട്ടിയുമായി നടക്കണമെന്ന് തോന്നിയത്, എനിക്ക് അനുവദിക്കാത്ത ഒരു ബന്ധത്തിൽ ഏർപ്പെടുത്താൻ പോകുന്നത്, ആദ്യം 1-2 പ്രാവശ്യം മനസ്സാക്ഷി ചോദ്യം ചെയ്യും. അത് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യത്തില്ല. ആ മനസ്സാക്ഷി നിർവീര്യമാക്കുവാൻ പിശാച് ചെയ്യുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തെ അവൻ പിടിച്ചെടുക്കുന്നു. മനസ്സിനെ ഇവൻ സ്വാധീനിക്കുന്നു. തുടർന്ന് സ്വഭാവത്തെ ഇവൻ സ്വാധീനിക്കുന്നു. ഇത് കുറച്ച് തിയറി കൂടെയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ ഡ്രൈ തിയറി പറയാതെ ഉണ്ട്, ആത്മസാന്നിധ്യത്തിൽ ഞാനിത് പറഞ്ഞോട്ടെ. എൻ്റെ ചിന്താമണ്ഡലത്തിൽ ഇവൻ വ്യാപരിക്കും. എൻ്റെ ചിന്താമണ്ഡലത്തെ ഇവൻ നിർവീര്യമാക്കും. 10 പ്രാവശ്യം ഇടത്തോട്ടുള്ള ജഡത്തിൻ്റെ പിടി കേട്ട് ആത്മാവിൻ്റെ പിടി പിടിപ്പിച്ച് ഞാൻ സിഗരറ്റ് വലിച്ചാൽ 11ാമത്തെ പ്രാവശ്യം സ്തോത്രം പറഞ്ഞു വലിക്കും. ഒരു തകരാറുമില്ല. മറുഭാഷയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കുന്ന പാവങ്ങൾ ഇവൻ ആത്മീയനാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ഒന്നും അല്ലെന്ന് തനി ആത്മീയർക്ക് മാത്രം അറിയാം. ഇവൻ എൻ്റെ മനസ്സാക്ഷിയെ പിടിച്ചെടുക്കുന്നു, ചിന്താമണ്ഡലത്തെ പിടിച്ചെടുക്കും. മനസ്സിനെ ഇവൻ സ്വാധീനിക്കും, സ്വഭാവത്തെ സ്വാധീനിക്കും. ഇതെല്ലാം കൂടെ ചേർത്താണ് 2 കൊരിന്ത്യർ 10-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനത്തെക്കുറിച്ച് ഗൗരവമുള്ള ഒരു പഠനം ദൈവം എനിക്ക് തന്നത് കഴിഞ്ഞ കൊറോണ കാലത്താണ്. അന്ന് കൊറോണ കാലത്ത് മീറ്റിംഗ് നടത്താൻ ഞാൻ ഇവിടെ വന്നിരിക്കുമായിരുന്നു. സ്റ്റാൻലിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കൊരു കസേരയൊക്കെ ഇവിടെ ഇട്ട് തരുമായിരുന്നു. ഇവിടെ വന്ന് സൂം മീറ്റിംഗ് നടത്താൻ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ആ മീറ്റിംഗ് കഴിഞ്ഞാൽ കുറേ സമയം ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു. അന്നാണ് പരിശുദ്ധാത്മാവ് ആഴത്തിലൊരു പഠനം എനിക്ക് തന്നത് 2 കൊരിന്ത്യരെക്കുറിച്ച്. 2 കൊരിന്ത്യ ലേഖനം എഴുതിയതിൻ്റെ സാഹചര്യം എന്തോ ആണ്, എന്തിനു വേണ്ടിയാണ് കൊരിന്ത്യരുടെ 2-ാം ലേഖനം എഴുതിയത്. പൗലോസ് കൊരിന്തിൽ വന്ന് ഒരു വേല നടത്തി. ഏറ്റവും സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നവരും വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നവരുമായ സംസ്കാര സമ്പന്നരെന്ന് സ്വയം വിളിക്കുന്ന, ക്രിസ്ത്യ സംസ്കാരമല്ല അവരുടെ ലോക്കൽ സംസ്കാരം, ഇത് രണ്ടും രണ്ടാണ്. ലോക്കൽ സംസ്കാരവും ക്രിസ്തുവിൻ്റെ സംസ്കാരവും രണ്ടും രണ്ടാണ്. ലോക്കൽ സംസ്കാരത്തിൽ വളർച്ചയുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. സ്വന്തം അപ്പൻ്റെ വെപ്പാട്ടിയെ ഭാര്യയാക്കി വെക്കാൻ പോലും മടി കാണിക്കാത്ത വിശാല മനസ്കരാണെന്ന് കാണിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു കൊരിന്തിലെ സംസ്കാരം. പക്ഷെ ദൈവം സമ്മതിക്കത്തില്ല. അല്പം മദ്യപിക്കുന്നതിൽ തെറ്റില്ല, അത് സോഷ്യൽ ലൈഫിന് ആവശ്യമാണെന്ന് കാണിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു കൊരിന്തിൻ്റെ സംസ്കാരം. പക്ഷെ ദൈവസഭയിൽ അത് കയറ്റത്തില്ല. ഇത് രണ്ടും 2 സംസ്കാരമാണ്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എം എ വർഗീസ് മലയാളി സംസ്കാരം കൊണ്ടുവരിക എന്ന്. അല്ലേ ഞാൻ മുണ്ടെടുത്തുകൊണ്ട് ഇവിടെ നിന്നേനെ. മലയാളി സംസ്കാരം കൊണ്ടുവരാൻ താല്പര്യപ്പെട്ടെന്ന് ഞാൻ മുണ്ടെടുത്തുകൊണ്ട് നിന്നേനെ. നോ, ഞാൻ ക്രിസ്തീയ സംസ്കാരം കൊണ്ടുവരാനാണ് താല്പര്യപ്പെടുന്നത്. ദൈവത്തിൻ്റെതായ ഒരു സംസ്കാരമുണ്ട്, അവിടെ വരാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഓക്കെ, 2 കൊരിന്ത്യർ ലേഖനം എഴുതുന്നത് പൗലോസ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത ശേഷം ആരൊക്കെയോ താല്പര്യപ്പെട്ടു, കൊരിന്ത്യ സഭ ഇങ്ങ് പിടിച്ചെടുത്താൽ നല്ല കാശുള്ള ഇടമാണ്, അതിങ്ങ് പിടിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടി കൊരിന്ത്യ സഭ പൗലോസിൻ്റെ നിന്ന് പിടിച്ചെടുക്കണം. പൗലോസിൻ്റെ കയ്യിൽ നിന്ന് കൊരിന്ത്യ സഭ പിടിച്ചെടുക്കണമെങ്കിൽ അതിന് ചില മെത്തേഡുകളുണ്ട്. പക്ഷേ അത് നമ്മളെക്കാളൊക്കെ ബുദ്ധിമാനാണ്. അതിന് ചില മെത്തേഡുണ്ട്. പൗലോസിനെ തരം താഴ്ത്തി കാണിച്ചാൽ ആളുകൾ കളഞ്ഞു പോകും. പ്രത്യേകിച്ച് സംസ്കാര സമ്പന്നമായ ഒരു രാജ്യത്ത് ഇവൻ സംസ്കാരഹീനനാണ് എന്ന് പറഞ്ഞാൽ അവനെ കളഞ്ഞിച്ച് ആളുകൾ മാറും. അത് വരുത്തേണ്ടതിന് വേണ്ടി അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അവന് രോഗശാന്തിയെക്കുറിച്ചും വീര്യപ്രവർത്തികളെക്കുറിച്ചും പറയുന്നത് കള്ളമാണ്, ഇതൊന്നും നടക്കുന്നതല്ല, അന്ന് പറഞ്ഞുണ്ടാക്കിയതാണ്. മൊത്തം തെളിവുണ്ട്. 20ഓളം കംപ്ലൈൻറ്റാണ്. 2, അവൻ്റെ വാചകങ്ങൾ ബലഹീനവും ദരിദ്രവുമാണ്. അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും കഴിവുമുള്ളതാണ്. ലേഖനങ്ങൾ കൊണ്ട് അവൻ നമ്മളെ ഭയപ്പെടുത്തി കളയുക. ഇവന് വർത്തമാനം പറയാൻ അറിയാൻ വയ്യ. 3, ഇവൻ്റെ ഫിസിക്കൽ പ്രസൻസ് വൃത്തികെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിനകത്ത്
പണ്ട് ആ സൂര്യനെ കവിയുന്ന പ്രകാശം ചുറ്റും മിന്നിയതോടെ കണ്ണളിഞ്ഞു പോയെന്നും മരണം വരെ തൻ്റെ കണ്ണിലൂടെ പഴുപ്പൊഴുകിക്കൊണ്ടിരുന്നെന്നും ഒക്കെ വിശ്വസിക്കുന്നവരുണ്ട്. ശരിയായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു കൂട്ടം കംപ്ലൈൻറ്റുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞേച്ച് ഈ കംപ്ലൈൻറ്റുകൾ ജനത്തിൻ്റെ ഇടയിൽ പരത്തി. ഇത്ര സംസ്കാരശൂന്യനായ ഒരുത്തനെ, നിങ്ങളെ വിറ്റ് മുതലെടുക്കാൻ നടക്കുന്ന ഒരുത്തനെയാണോ നിങ്ങൾ സേവിക്കുന്നത്? അവനെവിടെ? അവൻ അപ്പസ്തോലനല്ല, അവൻ യേശുവിനെ കണ്ടിട്ടില്ല. ഭയങ്കര തെളിവുമാണ്. കാര്യം യേശുവിനെ കണ്ടവനായിരിക്കണം അപ്പസ്തോലന്മാർ എന്ന് യഹൂദന്മാരുടെ ഇടയിൽ, യേശു ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു വെയ്പ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യൂദ ഒഴിഞ്ഞുപോയ സ്ഥാനത്തേക്ക് ഇനിയൊരുത്തനെ തിരഞ്ഞെടുക്കണമെന്ന് പറയുമ്പോൾ യോഗ്യതകളെക്കുറിച്ച് ശിഷ്യന്മാർ പറയുന്നത്. യേശു യോഹന്നാനാൽ സ്നാനമേറ്റത് മുതൽ നമ്മോടുകൂടെ ഇരുന്നവൻ, അന്നു മുതലുള്ള പ്രവൃത്തികൾ മുഴുവനും കണ്ടവൻ, ഈ നാമത്തിന് നിൽക്കേണ്ടതിന് അങ്ങനെ ഒരുത്തനെ തിരഞ്ഞെടുക്കാം. അങ്ങനെയാണ് മത്തിയാസിനെ തിരഞ്ഞെടുത്തത്. പൗലോസ് യേശുവിനെ കണ്ടിട്ടുള്ളവനല്ല, അപ്പോൾ യേശുവിൻ്റെ കൂടെ നടന്നിട്ടില്ല. ഇങ്ങനെയെല്ലാം ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞപ്പോൾ, സഹോദരന്മാരെ അങ്ങനെയല്ല, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറവുള്ളവനല്ല, മൂന്നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിങ്കിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്നിങ്ങനെ പറഞ്ഞ് സെൽഫ് ഡിഫൻസിന് വേണ്ടി എഴുതിയതാണ് 2 കൊരിന്ത്യർ. സെൽഫ് ഡിഫൻസ് അപ്പോസ്തലന്മാർ എടുക്കാറുണ്ടായിരുന്നു. എന്തിനാ പൗലോസേ, അങ്ങയ്ക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടോ? ഒന്നുമില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്നത്തെ പ്രീച്ചേഴ്സിൽ പലരും പ്രസംഗിക്കുമ്പോൾ ഒന്നുമില്ലാതെ ജീവിതം ആരംഭിച്ചു. ഇന്ന് ആവശ്യം പോലെ കാറും അതിൻ്റെ ക്രമീകരണങ്ങളും വലിയ വീടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒന്നുമില്ലാതെ ആരംഭിച്ചു, കർത്താവ് എന്നെ വളർത്തി എന്ന് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് ആൻഡ് പ്രൈസ് ദി ലോർഡ്. അത് ഏറ്റവും നല്ല കാര്യം. പക്ഷെ പൗലോസ് പറയുന്നത് അങ്ങനല്ല. ഒരു ബിസിനസ്സുകാരൻ്റെ മകനായി ജനിച്ച്, ചിലർ പറയുന്നത് 7 കപ്പലുകളിലെ ബിസിനസ് ഉണ്ടായിരുന്നു. വേറെ ചിലർ പറഞ്ഞു 14 വരെ ആക്കി. എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, കപ്പലുണ്ടായിരുന്നു എന്നും എനിക്കറിയത്തില്ല. 7 കപ്പലുകളുടെ ഉടമസ്ഥനായിരുന്നു എന്ന് പറയുന്നവരുണ്ട്, 14 കപ്പലുകളുടെ ഉടമസ്ഥനായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. എല്ലാം സുവിശേഷത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇന്ന് മിച്ചം വന്നത് ഒരു പുതപ്പും 2-3 പുസ്തകവും, എൻ്റെ ചർമ്മലിഖിതങ്ങളും പുതപ്പും മാത്രം മിച്ചമുണ്ട്. ബാക്കി സുവിശേഷത്തിന് വേണ്ടി കൊടുത്തവനാ. എന്തെങ്കിലും ഒന്ന് ലാഭിക്കാൻ വേണ്ടിയല്ല, സമ്പാദിക്കാൻ വേണ്ടിയല്ല, പകരം നിങ്ങളെ ക്രിസ്തുവിങ്കൽ തികഞ്ഞവരാക്കി വളർത്തേണ്ടതിനാ. നിങ്ങളെ ക്രിസ്തുവിങ്കൽ തികഞ്ഞവരാക്കി വളർത്തേണ്ടതിനാ. അതുകൊണ്ട് എന്നെ തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നാൽ ഞാൻ ഡിഫെൻഡ് ചെയ്യും. റോമാലേഖനത്തിൽ തന്നെ ഒരു പദം പറയുന്നുണ്ട്. ഇന്നലെ ഞായറാഴ്ച ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നത് കൊണ്ട് ദൈവത്തിങ്കിലേക്ക് ആളുകളെ അടുപ്പിക്കുകയാണോ അകറ്റുകയാണോ? ദൈവത്തിങ്കിലേക്ക് ആളുകളെ അടുപ്പിക്കുകയാണെങ്കിൽ എൻ്റെ ഭോഷ്കെന്ന് നിങ്ങൾ പറയുന്ന ആ ഭോഷ്കിനാൽ ഞാൻ ദൈവനാമത്തെ ഉയർത്തുകയാണെങ്കിൽ എന്നെ പാപി എന്ന് വിളിക്കരുത്. കാര്യം ഞാൻ ദൈവത്തിന് വേണ്ടി ആളുകളെ സമ്പാദിക്കുക. ചുമ്മാ ഒരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം. നമ്മൾ ഈ സ്ഥലത്ത് ഇവിടെ വന്ന് വാങ്ങിക്കുമ്പോൾ സുനിൽ പാസ്റ്ററാണ് ഇതിൻ്റെ മെയിൻ ഫിഗർ. സാമച്ചൻ പാസ്റ്റർ ഒരു ദൂതെടുത്ത് പറഞ്ഞ കൂട്ടത്തിൽ, ഉയർന്നും പൊങ്ങിയും പോകുന്ന പാലത്തിൽ കയറി, റിംഗ് റോഡ് ഉയർന്നും പൊങ്ങിയും പോകുന്ന പാലത്തിൽ കയറി കിഴക്കോട്ട് തിരിയുമ്പോൾ ഇടത്തുവശത്ത് കാണുന്ന ചതുപ്പ് നിലം ഞാൻ നിൻ്റെ കയ്യിൽ തരാൻ പോവാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ദൂത് പറഞ്ഞു. ദൂത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു കൺവെൻഷന് വേണ്ടി ഞാൻ കേരളത്തിലോട്ട് പോവുക. നമ്മുടെ മടിവാള എന്നൊരു ബസ്സിന് കയറിയാണ് എനിക്ക് പോകേണ്ടത്. ഞാൻ മടിവാള ചെന്ന് ബസ്സിനകത്ത് കയറിയപ്പോൾ എൻ്റെ സെൽഫോൺ അടിച്ചു. സുനില വിളിക്കുന്നത്, ഡാഡി, ഉയർന്നും കിളന്നും പോകുന്ന പാലത്തിൽ കയറി കിഴക്കോട്ട് തിരിയുമ്പോൾ ഇടത്തുവശത്ത് കാണുന്ന ചതുപ്പ് നിലത്തിന് വില പറയേണ്ട ഒരാൾ വന്നിട്ടുണ്ട്, വാങ്ങിക്കട്ടെ. ഞാൻ പറഞ്ഞു, എടാ മോനെ, എന്തോ കൊടുക്കണം, അത് നല്ല എമൗണ്ട് ആകും, ചുമ്മാ ഒന്നും അവിടെ സ്ഥലം കിട്ടത്തില്ല. ഓക്കെ, വാങ്ങിച്ചു. എല്ലാവരും ഒരുപോലെ എതിര് പറഞ്ഞു. ഞങ്ങൾ 3 പേര് പറഞ്ഞു അങ്ങനെയൊന്നും അല്ല. ഞാനും സുനിലും സന്തോഷും ഞങ്ങൾ 3 പേര് പറഞ്ഞു. ഞാൻ ചിലമ്പയുടെ കാര്യം മിണ്ടിയില്ലേ. അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഞങ്ങൾ പൊതുവെ ഞങ്ങളൊക്കെ എടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ അവളൂടെ കൂടുക പതിവ്, വേറൊന്നില്ല. അതുകൊണ്ടൊക്കെ ഇത്രയൊക്കെ വന്നേ. വാങ്ങിക്കാമെന്ന് പറഞ്ഞു, വാങ്ങിച്ചു. കേസുകൾ, വഴക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി ഉയർന്നു. ഭയങ്കര പ്രശ്നമായപ്പോഴേ ഒരു ദിവസം ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, മോനെ, നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ നമ്മൾ കള്ളക്കമ്പട്ടം വെച്ച് പ്രിൻ്റ് ചെയ്തത് 1 രൂപ അതിന് കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ വാങ്ങിച്ച ഇടത്തു നിന്ന് നമുക്ക് പിരിഞ്ഞ് കിട്ടിയത് നമ്മൾ മുടക്കി. മുഴുവനും തിരിച്ചു പോയാലും ആത്മാക്കളെങ്ങും പോകത്തില്ലല്ലോ, സ്വർഗത്തിലേക്ക് ആത്മാക്കളായി.
ദൈവം നമുക്ക് തന്നത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി. ഇന്നും ഇംഗ്ലീഷ് സെക്ഷൻ ഒത്തിരി സ്വാതന്ത്ര്യത്തോടുകൂടി ഇവിടെ പലതും ചെയ്യുന്നുണ്ട്. കൂടിപ്പോകുന്നെന്ന് എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ നോ എന്ന് പറയാത്തതിൻ്റെ കാരണം ഇതിനു വേണ്ടി അങ്ങേയറ്റം വേർത്തതിലൊന്ന് ഇംഗ്ലീഷ് സെക്ഷനാണ്. ഇംഗ്ലീഷ് സെക്ഷനാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നിയാലും എന്നാടാ ചെറുക്കാന്ന് ഇടയ്ക്കെന്ന് ചോദിച്ചങ്ങ് നിർത്തുന്നത്. അതിനപ്പുറത്തോട്ട് പോകാറില്ല. വില മുടക്കിയവന് നിശ്ചയമായിട്ടും അത് ലഭിക്കണം. ഇങ്ങനെ ദൈവം നമുക്കിത് തന്നു. ഞാൻ പറഞ്ഞത് മുഴുവനും പോയാലും ആത്മാക്കളെങ്ങും പോകത്തില്ലല്ലോ. ഇവിടുന്ന് കിട്ടിയതാണ് ഇവിടെ പോയത്. പൗലോസിന് പറയാനുള്ളതേ ഉള്ളൂ, ഈ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഇവിടെ പോയത്, ഇതിനപ്പുറത്തൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ അത് ദൈവിക നിക്ഷേപമാണ്. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഒന്ന് സെൽഫ് ഡിഫെൻസ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക. അതാണ് 2 കൊരിന്ത്യർ ലേഖനത്തിലെ പ്രധാനം. മാത്രമല്ല, നമ്മുടെ വട്ടത്തിൽ നമ്മെ തന്നെ ഉപയോഗിച്ച് പിശാചുരി വേലി കെട്ടിയാൽ പിന്നെ ഇവിടുന്ന് പെനിട്രേറ്റിംഗ് വെപ്പൺസ് അങ്ങോട്ട് പോകത്തില്ല. അങ്ങനെ പിശാചു ശ്രമിക്കുക. 2 കൊരിന്ത്യർ 10:3-5 വരെ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. നമ്മുടെ കയ്യിൽ ഒരു കൂട്ടം ആയുധങ്ങളുണ്ട്. പിശാചിൻ്റെ കോട്ടകൾ അതുകൊണ്ട് ഇടിയും. ഈ ആഴ്ച നിങ്ങൾ കണ്ടോണം. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ചില രോഗശാന്തികൾ നടക്കും. ഞാൻ വിശ്വസിക്കുന്നു ഈ ആഴ്ച ചില കാര്യങ്ങൾ നടക്കും. ഇവിടെ നാളെ വൈകിട്ട് അപ്പസ്തോലിക് ആൻഡ് പ്രോഫറ്റിക് എന്ന് പറയുന്നൊരു മീറ്റിംഗ്. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ രാവിലെ മുതൽ തന്നെ അപ്പസ്തോലിക് മെസ്സേജസ് പ്രോഫറ്റിക് മിനിസ്ട്രിയോട് ചേർന്ന് പോയാൽ അപ്പസ്തോലിക് പ്രോഫറ്റിക് എന്ന് പറയാവുന്ന സ്റ്റാൻഡേർഡിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഇന്നും അതിനേക്കാൾ ഒട്ടും താഴെയല്ല നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. എന്തൊക്കെ ആയുധങ്ങളാണ് ദൈവം തരുന്നതെന്ന് പലപ്പോഴും മുന്നറിയിക്കാറില്ല. ഞാൻ എങ്ങനെയാ പറയണ്ടേ? ഭൂതാത്മാക്കൾ ബാധിച്ച ചിലതിനെ ഇവിടുന്ന് പറഞ്ഞു വിടുമ്പോൾ തലേന്നെടുത്ത് എറിയുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഭൂത ശുശ്രൂഷ കണ്ടിട്ടുള്ളവരെല്ലാം ശ്രദ്ധിച്ചോണം. ഇതുവരെ ഒത്തില്ല, ഇനിയും കണ്ടോണം. ഞാൻ രാജാവാന്നും പറഞ്ഞിരുന്ന പുള്ളിയോട് കീഴടങ്ങണ്ടെന്ന് പറയുമ്പോൾ തലയിലിരിക്കുന്ന അവൻ തന്നെ എടുത്ത് എഴുത്തുകളിനെ കാണാം. കയ്യെന്നും കാലെന്നും ഒക്കെ ഊരുന്ന കാണാം. ഒന്നും ഊരുന്നില്ല, ആംഗ്യങ്ങൾ കാണാം. ഭൂതശുശ്രൂഷകൾ കാണുമ്പോൾ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുന്നതാണത്. ഞാൻ ഇവിടെ കൈ ഇങ്ങനെ വീശുമ്പോൾ അപ്പുറത്ത് കോട്ട ഇടിയുന്നേ കാണാം. നീ കെട്ടിയുണ്ടാക്കിയ നിൻ്റെ വലിയ കോട്ടയുണ്ടല്ലോ, അതിനെ ഇടിച്ചിട്ടേച്ചാണ് യേശുവിൻ്റെ നാമത്തിൽ പോ പിശാചേ എന്ന് പറയുന്നിടത്ത് പൊയ്ക്കോളാമേ നാലറിക്കൊണ്ട് പോകുന്നത്. നിൻ്റെ സകല കോട്ടകളെയും ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള പോരിൻ്റെ ആയുധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഇനി ഞങ്ങളുടെ കയ്യിലെ ആയുധങ്ങളുടെ അടുത്ത പടിയിലോട്ട് കയറുക. 5-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. അപ്പുറത്തോട്ട് പോകുന്നില്ല. പിശാചിൻ്റെ സ്ട്രോങ് ഹോൾഡ്, ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, സ്ട്രോങ് ഹോൾഡ് എന്നുള്ളതിൻ്റെ ഗ്രീക്ക് വാക്ക് OCHUROMA, ഒച്ചുറോമ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒച്ചുറോമ, കോട്ടകൾ എന്ന പദത്തെ ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതിയത്. ഒച്ചുറോമ എന്ന പദം കൊണ്ടാണ് എഴുതിയത്. ഒച്ചുറോമ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു കാലത്തും ഒരു ശത്രുവിനാലും കീഴടക്കുവാൻ കഴിയാത്ത ശക്തിയേറിയ ഒരു മതിലെന്ന വൻമതിൽ. ഞാൻ ഇന്നലെ പറഞ്ഞു, കോട്ടയും അതിൻ്റെ കൂടെ കുഴിയുമുണ്ട്, എല്ലാം കൂടെ ചേരുന്നതാണ് ഒച്ചുറോമ. പിശാച് ഉണ്ടാക്കി വെച്ചത് ചുമ്മാ ഒരു വേലിക്കെട്ടല്ല, വേലിപ്പത്തലല്ല, ആർക്കും ഒരു കാലത്തും ഇടിക്കാൻ കഴിയാത്ത ഒച്ചുറോമ. ഇവൻ 9.3 ബില്യൺ വർഷം സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ പാർത്ത് ദൈവിക ടെക്നോളജി മുഴുവനും പഠിച്ചവനാ. സൃഷ്ടിപ്പ് മുതൽ ഇങ്ങോട്ട് ദൈവത്തിൻ്റെ കൂടെ പാർത്തവനാ. ദൈവിക അഡ്മിനിസ്ട്രേഷൻ മുഴുവനും അറിയാവുന്നവനാ. 13.3 ബില്യൺ വർഷങ്ങൾ ഈ ദൈവത്തോടും ദൈവത്തെ വിട്ടും ഈ ഭൂമി കണ്ടവനാ. എന്നോടും നിങ്ങളോടും കൂടെ
കഴിഞ്ഞ 4.5 ബില്യൺ വർഷം, ഞാൻ 3 ഘടകങ്ങളായി എടുക്കുന്നത്, 4.45 ബില്യൺ വർഷം നടന്ന് എക്സ്പീരിയൻസ് തികഞ്ഞവനാ. അവൻ പണിയുന്നൊന്നും നിസ്സാരമല്ല. നിങ്ങളാരെങ്കിലും അവിടെ ചെന്ന് പോടാന്ന് പറഞ്ഞാൽ ഒന്നും അവൻ പോവില്ല. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോയെന്ന് പറഞ്ഞപ്പോൾ പറയാൻ ചെന്ന സ്കേവായുടെ ആളുകളെ മുറിവേൽപ്പിച്ചുകൊണ്ട് പൗലോസിനെ പരിചയമുണ്ട്, ക്രിസ്തുവിനെ അറിയാൻ, നീ ഏതാന്ന് ചോദിച്ചതുപോലെ അവൻ്റെ കോട്ടകൾ വലുതാ. പക്ഷെ പൗലോസ് പറഞ്ഞു, എൻ്റെ ഇരിക്കുന്നത് കോട്ട ഇടിക്കുന്നതാ. പൗലോസേ, അങ്ങയുടെ മരണത്തോടെ അങ്ങ് ആയുധം കൊണ്ടുപോയോ? ഇല്ല. കർത്താവ് പറഞ്ഞു, ബേഥേലിൻ്റെ കൊടുത്തേക്കാൻ പറഞ്ഞു. ബേഥേലിൻ്റെ കൊടുത്തേക്കാൻ. ഇവിടെ ബേഥേൽ എന്ന് പറയുന്ന കെട്ടിടത്തിന് ആയുധം വേണ്ട. ഇതിനെ ഒന്നിനും കൊള്ളുകയില്ല. നമുക്കിരുന്ന് പ്രാർത്ഥിക്കാൻ കൊള്ളാം, വേറൊന്നിനും കൊള്ളുകയില്ല. ബേഥേലിനകത്ത് ഒരു കൂട്ടം ബേഥേലൈറ്റ്സ് ഉണ്ട്. നിങ്ങളാണ് ഈ പോരിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിലാണ് ദൈവം ഇത് തരേണ്ടത്. പക്ഷേ ഈ ആയുധം എടുക്കാൻ എനിക്ക് ബലം വേണം. അത് ചോർത്തിക്കളയേണ്ടതിനാണ് എന്നെ ഒതുക്കുന്നത്. എങ്ങനെ? ചിന്തകളും നിരൂപണങ്ങളും. ബറോഡ ജോയ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, സുവിശേഷം പറയണമെന്ന് പലർക്കും താല്പര്യമുണ്ട്. അതിനുവേണ്ടി എല്ലാ കാത്തിരിപ്യോഗത്തിനും പോകും, എല്ലാ ബൈബിൾ സ്റ്റഡിക്കും പോകും. എന്നിട്ട് അവരുടെ ആയുധം ഇങ്ങനെ തേച്ച് മൂർച്ചയാക്കി അവരുടെ മഴുക്കൾ തേച്ച് മൂർച്ചയാക്കും. പക്ഷേ യോർദാനോളം പോയി മരം വെട്ടാൻ ഒക്കാത്തത് കൊണ്ട് പിറ്റേ ഞായറാഴ്ച അടുത്തിരിക്കുന്ന സഹോദരൻ്റെ പെട്ടലിക്ക ഇതിൻ്റെ മൂർച്ച പരിശോധിക്കുന്നത്. എനിക്ക് ചുറ്റും ഒരു വലിയ വലയെ ഞാൻ തന്നെ കെട്ടി വെളിയിലോട്ട് പോകണ്ട. ഇത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഒരിക്കൽ ന്യൂയോർക്ക് പട്ടണത്തിൽ നടന്നിട്ടുള്ള കൺവെൻഷനുകളിൽ വെച്ച് വലിപ്പമുള്ള ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ ചെന്ന് കയറുക. അങ്ങോട്ട് കയറിപ്പോൾ ഒരു അപ്പച്ചൻ വന്ന് എല്ലാവർക്കും ഒരു കൊച്ചു ലെറ്റർ തന്നു. ഞാൻ നോക്കി, മറ്റൊരുത്തരിലും രക്ഷയില്ലെന്നും രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്കും ഇതേ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമവുമില്ല. അതുപോലെ 2-3 മാനസാന്തരത്തിന് യോഗ്യമായ 2-3 വാക്യങ്ങളുണ്ട്. പുറകെ ഒരാൾ ഓടി വരുന്നൊരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ അപ്പച്ചന് ഒരല്പം മാനസിക പ്രശ്നമുണ്ട്. നാട്ടിലായിരുന്ന കാലത്ത് ആളുകൾക്ക് ട്രാക്റ്റ് കൊടുത്തോളാമെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പച്ചനെ ഞങ്ങൾ ഇനി കൊണ്ടുവന്നു. അപ്പച്ചൻ അങ്ങ് ഇളകി. ഇപ്പം ട്രാക്റ്റ് കൊടുക്കാൻ ഒക്കാത്തതുകൊണ്ട് ഉപദേശിമാരുടെ കയ്യിൽ എഴുതി കൊടുക്കുക പരിപാടി. പലരും എനിക്ക് പല ലിങ്കും അയച്ചു വരുമ്പോൾ ഞാനും ഇത് തന്നെ ഓർക്കട്ടെ, എൻ്റെ പുസ്തകത്തിലുള്ള വാക്യങ്ങൾ എൻ്റെ സമയം കൊന്നിട്ട് എന്നെ എടുക്കാൻ. ഇത് എത്തിക്കേണ്ടവന് കൊടുക്കടാവോ? ഞാനിതുകൊണ്ട് എന്ത് ചെയ്യാനാ? എനിക്കറിയാവുന്ന വേദപുസ്തക ഭാഗങ്ങളാണ്. വെളിയിലോട്ട് പോകാതെ അകത്ത് കിടന്ന് കറങ്ങുന്ന മൂർച്ചയുള്ള ആയുധങ്ങൾ. എനിക്ക് പോകുന്ന ആഴം മനസ്സിലാകണം. എനിക്ക് സാധാരണഗതിയിൽ ഒരുപാട് മെയിലുകൾ വരാറുണ്ട്. ആരെ അയക്കുന്നതെന്ന് ആദ്യം നോക്കും. 99% ഞാനത് ഡിലീറ്റ് ചെയ്യും. ഇത് ഒരു പേജ് വായിച്ചിട്ട് എന്നെ എടുക്കാൻ ഒരു മണ്ണാങ്കട്ടയുള്ളതല്ല, ഒന്നും ഉള്ളതല്ല. ഞാൻ എടുക്കുന്ന ആത്മീയ ആഴങ്ങളുടെ 10-1 പോലും ആ പുള്ളി പറയുകയില്ല. എനിക്ക് എന്നെ എടുക്കാനാണ്. ഇതുകൊണ്ട് ഇത് മുഴുവൻ കൂടെ വായിക്കാൻ പോലും എൻ്റെ ഒരാഴ്ച അതിലേ പോയി. എനിക്ക് വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. എൻ്റെ സമയം കൊല്ലാൻ വേണ്ടിയാണ്. ഞാനിതിനിടയ്ക്ക് ഒരു നല്ല കാര്യം പറയാം. ഞായറാഴ്ച പരസ്യമായിട്ട് അനൗൺസ് ചെയ്യണമെന്ന് ഞാൻ ഓർത്തു. എനിക്ക് 2 ടെലിഫോൺ നമ്പറുണ്ട്. അടുത്ത ആഴ്ച എഴുതി പ്രൊജക്റ്റ് ചെയ്യാം. അതിൽ ഒരെണ്ണത്തിൽ വാട്സപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റേ വാട്സപ്പ് വർക്ക് ചെയ്യുന്നില്ല. കാര്യം ഞാൻ തുറക്കുന്നേ ഇല്ലത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ 2000 ചില്ലുവാനും വാട്സപ്പ് മെസ്സേജുകളൊക്കെ ഉണ്ട് ആ നമ്പറിൽ. ഇത് ഡിലീറ്റ് ചെയ്ത് തീരേണ്ടതിലും സമയമെടുക്കും. അതുകൊണ്ട് ആ നമ്പറിൽ അയക്കരുത്. അത് വരുന്ന ഞായറാഴ്ച ഞാൻ എഴുതി കാണിക്കാം. എനിക്ക് എന്തെങ്കിലും മെസ്സേജ് ഇടാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന അതുകൊണ്ട് എനിക്ക് വരുന്ന ഏത് മെസ്സേജ് ഞാൻ നോക്കും. കഴമ്പുള്ളതാണെങ്കിൽ വായിച്ചിരിക്കും. നിശ്ചയമായിട്ടും ഒക്കുന്നിടത്തോളം വേഗത്തിൽ ആക്ട് ചെയ്യും. പക്ഷെ ചില പുള്ളികളെ കണ്ടാൽ അറിയാം ഇത് ചുമ്മാ, അത് ഡിലീറ്റ് ചെയ്യും. ഞാനുണ്ടാക്കുന്ന ആയുധങ്ങൾ ശത്രുവിന് ഫലിക്കത്തില്ല. കാര്യം എൻ്റെ വട്ടത്തിൽ വേലി കെട്ടിയിരിക്കുക. ഇതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയേ ഉള്ളൂ. ഇത് വെളിയിലോട്ട് പോകത്തില്ല. സ്ട്രോങ് ഹോൾസ്, കോട്ടയും കൊത്തളവും, പല നിര പട്ടാളക്കാർ, അതിനകത്ത് അവൻ പാർക്കുന്നു. അതിൻ്റെ പുറത്ത് അവൻ വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എൻ്റെ ചുറ്റും വേലി കെട്ടും. ഇതുവരെ ഞാനൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞു. അതിന് അവൻ്റെ അറയ്ക്കകത്തോട്ട് കയറാതെ വണ്ണം അവൻ ചിലത് ചെയ്യും. നാളെ ആയിരിക്കും ഞാനതിനെ ബ്രേക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. 2ാമത്തെ സിസ്റ്റം എൻ്റെ വട്ടത്തിൽ വേലി കെട്ടും. അത് എനിക്കുള്ളവരെ കൊണ്ട് തന്നെയാണ് കിട്ടുന്നത്. സ്നാനത്തിന് അർഹതയുള്ള, സ്നാനത്തിന് മച്ചുറായ,
രക്ഷിക്കപ്പെട്ടവരും ജീവിത വിശുദ്ധിയുള്ളവരുമായ ആളുകൾ സ്നാനപ്പെടാതെ വണ്ണം ഒരൊറ്റ ചെയിനിൽ അവരെ കൂട്ടിക്കുരുക്കുമ്പോൾ, വേർപാടിന് വിളിയുള്ളവരും വേർപാടിന് മച്ചുറായിട്ടുള്ളവരും വേർപെടാതെ വണ്ണം ഒരുമിച്ച് കൂട്ടിക്കുരുക്കുമ്പോൾ, നമ്മുടെ വട്ടത്തിൽ നമ്മളെ കൊണ്ട് തന്നെ ഒരു കോട്ടയുണ്ടാക്കി പിശാച് വെക്കുമ്പോൾ, ഇതിനെ പൊളിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ഒരു കൂട്ടം ആയുധങ്ങൾ കർത്താവ് നമ്മുടെ കയ്യിൽ തരട്ടെ. നമ്മുടെ ബുദ്ധിയെ എങ്ങനെ സ്വാധീനമാക്കുന്നു? നമ്മുടെ ബുദ്ധിയെ എങ്ങനെ സ്വാധീനമാക്കുന്നു? നമ്മുടെ സ്വഭാവത്തെ അവൻ എങ്ങനെ സ്വാധീനമാക്കുന്നു? ഇതൊക്കെ വായിച്ചങ്ങ് വിടത്തേ ഉള്ളൂ. 2 തീമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, 2 തീമോത്തിയോസ് 3-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. ദുർഘട സമയങ്ങൾ വരികയാണ്. അന്ത്യകാലത്ത് ഇതൊരു അന്ത്യകാലമാണ്. ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സര്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരും ആയിരിക്കും. എൻ്റെ സ്വഭാവത്തെ, എൻ്റെ ക്യാരക്ടറിനെ അവൻ മലിനപ്പെടുത്തുക. ഇത് കഴിഞ്ഞാൽ ഈ കോട്ടയ്ക്കകത്തുനിന്ന് ഒരൊറ്റ അമ്പ് വെളിയിൽ പോകില്ല. ഒരൊറ്റ അമ്പ് വെളിയിൽ പോകില്ല. ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളുകയുള്ളൂ. ഇതൊന്ന് അകറ്റേണ്ടതിന് വേണ്ടി നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കുവാൻ തൃക്കരങ്ങളിൽ കൊടുക്കാം. പറയുന്ന ബുദ്ധിമുട്ടൊന്നും ഇതിനില്ല. ഒരു കംപ്ലീറ്റ് സറണ്ടൻസ് ദൈവസന്നിധിയിൽ ഉണ്ടെങ്കിൽ കർത്താവ് അത് അംഗീകരിക്കും. എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ഇന്നലെ ഇവിടുന്ന് രാവിലെ ഞാൻ പോകുമ്പം ഇന്ന് അത്രയും ക്ഷീണം എനിക്ക് ഇതുവരെ ഇല്ല. ഇന്നലെ ഇവിടുന്ന് രാവിലെ പോകുമ്പോൾ എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി, കിടന്നാൽ മതി എന്നുള്ള ചിന്തയിലാണ് പോയത്. ഇന്ന് പരുമാവുന്നതിന് മുമ്പേ നിർത്തും. ഞാൻ വീട്ടിലോട്ട് ചെന്നിരുന്ന് പണ്ട് ഇവിടെയുള്ള സീനിയർ മെമ്പേഴ്സിൽ ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചു, കായം കല്യാണം കഴിച്ച എവിടുന്ന? ഞാൻ പറഞ്ഞു, എൻ്റെ ബ്രദറെ എത്ര പ്രാവശ്യം ചർച്ചിൽ ഇത് പറഞ്ഞതാണ്, നീ കേട്ടിട്ടില്ലയോ? ഞാൻ കേട്ടില്ല. ഞാൻ പറഞ്ഞു, ഇനി നിന്നോട് പറഞ്ഞിട്ട് എന്താ ഗുണം? മലയാളത്തിലാണ് ഞാനിത് പറഞ്ഞത്. ഒരു 50 പ്രാവശ്യത്തിൽ കുറയാതെ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ജീനിയോളജിയും ചാവുകയുടെ ലിഖിതങ്ങളുടെ അകത്തെ ചരിത്രങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. എത്ര പഠിച്ചാലും ചിലർക്ക് പരിജ്ഞാനം വരത്തില്ല. എന്നെ ചെയ്യാൻ ഇവിടെ പെണ്ണുങ്ങളെന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് സ്ത്രീകളെന്നല്ല ഇതിനർത്ഥം. പെണ്ണുങ്ങളെ ഒരിക്കലും സ്ത്രീകളെന്ന പദത്തിൽ ബൈബിൾ വിളിച്ചിട്ടില്ല. സ്ത്രീകളെ ഒരിക്കലും പെണ്ണുങ്ങളെന്ന പദത്തിൽ വിളിച്ചിട്ടില്ല. അതൊരു സ്വഭാവ വ്യത്യാസമാണ്. പലപ്പോഴും പഠിച്ചിട്ടും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാതെ പോകുന്ന പെണ്ണുങ്ങൾ, അത് ആണിനുമുണ്ട് പെണ്ണിലുമുണ്ട്. ഇവരെ സ്വാധീനിക്കുവാൻ മാത്രമേ ഒരു കൂട്ടരെ കൊണ്ടൊക്കത്തുള്ളൂ. വേറൊന്നും നോക്കത്തില്ല. മതി, അത് നമ്മുടെ ചുറ്റും നമുക്ക് എതിരായ ഒരു വലയമാണ്. ഇന്ന് പകൽ അതിനെ പൊട്ടിച്ച് പുറത്തിറങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തരട്ടെ. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുലപാതകം, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവുറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ, മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഇത് ഞാൻ വരുന്ന ആഴ്ച ഞായറാഴ്ച എടുക്കും. സ്നാനപ്പെടുന്ന സമയത്ത് ജാതികളിൽ നിന്ന് മുന്നോട്ട് വരുന്നവർ പാചരിക്കേണ്ടതിന് വേണ്ടി വെറും 4 പ്രമാണങ്ങളാണ് വെക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച തൊട്ടു. അവിടം കൊണ്ട് അധ്യായം തീർന്നില്ല. എന്നിട്ട് അവരോട് പറഞ്ഞു, ന്യായപ്രമാണം ആഴ്ചതോറും പ്രസംഗിച്ചു വരുന്നുണ്ടല്ലോ, കേട്ടു പഠിക്കുക. ആ പഠിച്ചവരോട് പറയുകയാണ്, ഒരു 40 കൂട്ടം കാര്യങ്ങൾ ഇങ്ങോട്ട് നിരത്തി. പണ്ട് 4 കൂട്ടം പറഞ്ഞേച്ച് ഇപ്പോൾ ഒരു 40 കൂട്ടം ഇങ്ങോട്ട് നിരത്തിയേച്ച് പറഞ്ഞു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കർത്താവേ, ദൈവരാജ്യം അവകാശമാക്കാത്ത ദുഷ്ടപ്രവർത്തികൾ ഉള്ളവരെ കൊണ്ട് ഞങ്ങൾക്ക് വട്ടത്തിലൊരു വേലി തീർത്ത് ഞങ്ങളുടെ ആയുധങ്ങളെ നിർവീര്യമാക്കുവാൻ അങ്ങ് ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ, ഞങ്ങളെ സഹായിക്കണേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ഞാൻ ഇന്നിവിടെ കൊണ്ട് നിർത്താനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ജനിക്കേണ്ട കാലവും സമയവും
ദൈവം നേരത്തെ തീരുമാനിച്ചു. ഈ അന്ത്യകാലത്താണ് ഏറ്റവും കൂടുതൽ ദുഷ്ടത നിറഞ്ഞിരിക്കുന്നത്. വർഷങ്ങൾ കഴിയുന്തോറും പിശാചിന് എക്സ്പീരിയൻസ് വർദ്ധിക്കുക. ദുഷ്ടത വർദ്ധിച്ച് അതിൻ്റെ പരമാവധിയിലെത്തി, അതിൻ്റെ പരമ അധികാരത്തിലെത്തി. ഈ കാലത്ത് ജീവിക്കുവാൻ കർത്താവ് ചിലരെ ഒരുക്കിയതിനായി സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഞാൻ ഇന്നലെ എടുത്തു. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഇന്നുപകൽ കാലങ്ങളും അതിരുകളും നിശ്ചയിച്ച ദൈവം ഈ തലമുറയിൽ നിങ്ങൾ ജനിക്കണമെന്ന് തീരുമാനിച്ചു, ഞാൻ ജനിക്കണമെന്ന് തീരുമാനിച്ചു. കാര്യം എതിർത്ത് നിൽക്കുന്ന ശക്തിയേറിയ പൈശാചിക വ്യാപാരത്തെ അതിജീവിപ്പാൻ കഴിയുന്ന ഒരാത്മപകർച്ചയും ഈ തലമുറയിലുണ്ട്. ഞാൻ 2-3 മിനിറ്റ് എടുത്തോളാം. അതിനു മുമ്പ് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അങ്ങ് നിർത്തട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഞാൻ തൃക്കരങ്ങളിലേക്ക് തരുന്നു. ഇന്ന് പകൽ ജീവിതത്തിൻ്റെ പ്രത്യേക ആവശ്യവുമായി പ്രാർത്ഥിക്കാനിരിക്കുന്നവരെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. അടിയങ്ങളെ ഉപയോഗിപ്പാൻ ദൈവം ഇതിനകത്ത് ഇറങ്ങി വന്നതിനായി സ്തോത്രം. സർവശക്തൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാനൊരു അനുഗ്രഹപദം പറയുന്നു. കൃപയുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നന്മയും പ്രസാദവും പൂർണ്ണതമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ബേഥേലിനെ ഏൽപ്പിക്കുന്നു. അടിയൻ്റെ മുൻപിൽ ഇരിക്കുന്നവരെ അടിയനെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഞങ്ങളെ ഒരുമിച്ച് സഹായിക്കണേ. ഒരു വലിയ ആത്മയുദ്ധം ചെയ്തെടുക്കുവാൻ ഇതിൻ്റെ കേൾവിക്കാരെ ദൈവം ഒരുക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.